ഇന്ന് നമ്മുടെ വിഷയം നിത്യത, നിത്യതയുടെ വാസസ്ഥലം, അതിനെങ്ങനെ നാം ഒരുങ്ങണം, ആരാണ് കർത്താവിൻ്റെ വരയിൽ പോകാൻ നമ്മുടെ യോഗ്യത, ഇതൊക്കെയായിരിക്കും ഈ വിഷയത്തിൽ പ്രധാനമായി വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ടി.പി. ജോൺ സാറ് പെന്തിക്കോസിനെ കുറിച്ചൊരു പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കാനിടയായി. അദ്ദേഹം പെന്തിക്കോസുകാർ തെരുവിൽ പ്രസംഗിക്കുന്നു. 100 വർഷത്തിന് മുമ്പ് ഒരു പ്രായമുള്ള അമ്മ പന്തളം റോഡിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അന്നത്തെ മഹാരാജാവ്, തിരുവനന്തപുരത്ത് മഹാരാജാവ് തങ്ങളുടെ രഥത്തിൽ വാഹനത്തിൽ വരുന്ന സമയത്ത് ഈ അമ്മയുടെ പ്രസംഗം ശ്രദ്ധിക്കാനിടയായി. പാപികളുടെ മാനസാന്തരമാണ് വിളിച്ചു പറഞ്ഞെങ്കിലും ആ രാജാവ് സന്തോഷത്തോടെ കേട്ടിട്ട് പോയെന്നാണ്. പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ ഒരു മദർ ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരിക്കൽ പ്രസംഗം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ, സുവിശേഷത്തോട് വിരോധമായ ചിലർ ഒരു ആനയെ, അല്പം മതവിളകി നിൽക്കുന്ന ഒരു ആനയെ ഇതിൻ്റെ മുന്നിലേക്ക് ഇറക്കി വിട്ടു. ഈ അമ്മ കൈകാലൊക്കെ എടുത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ആന വരണ്ട അമ്മയുടെ അടുത്തേക്ക് വന്നു. ഈ അമ്മ യേശുവിൻ്റെ നാമത്തിൽ കുത്തറ ആനയെ മുട്ടെന്ന് പറഞ്ഞു. ആന അവിടെ മുട്ടുപറ്റി. അവിടെ പെന്തിക്കോസ് മാസികയിലേക്ക് അത് എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആ കാലങ്ങളിൽ പ്രവർത്തിച്ചു. പിന്നീടും ദൈവത്തിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ സമയത്തിൽ ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പ് മെത്രാച്ചൻ നമ്മുടെ തോമസ് തറയിൽ, അദ്ദേഹം തിരുവല്ലയിൽ കൂടെ കടന്നു പോകുമ്പോൾ ചില ചെറുപ്പക്കാർ പ്ലേ കാർഡ് ബോർഡ് വെച്ചുകൊണ്ട് ജീസസ് ലവ്സ് യു, ജീസസ് സേവ്സ് യു പറഞ്ഞ് ബോർഡും പിടിച്ചുകൊണ്ട് മെയിൻ റോഡിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന എനിക്ക് വലിയ സന്തോഷം തോന്നുന്നതാണ്. താൻ പറഞ്ഞത് ആ കാലങ്ങളിൽ ഇതിൽ ഒരു കത്തോലിക്കൻ പോലും കാണാൻ സാധ്യതയില്ല, ഇത് പെന്തിക്കോസുകാരൻ മാത്രം ചെയ്തൊരു വേലയാണ്. എന്നാൽ ഈ പിന്നീട് കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നതോടുകൂടി കത്തോലിക്കരും മറ്റ് സഭാവിഭാഗത്തിൽപ്പെട്ടവരും സുവിശേഷം അറിയിക്കാൻ ലജ്ജയില്ലാത്തവരായി വചനഘോഷമായിട്ട് മുമ്പോട്ട് പോകുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അവിടെ തന്നെ വചന പ്രഘോഷണം പറഞ്ഞ് വചനം ഒരു മാസികയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഈ വചനം അറിയിക്കുന്നത്? മതപരിവർത്തനത്തിനല്ല. നമുക്ക് മതമില്ലാത്ത ഒരാളാണ് ഞാൻ മതത്തിൽ വിശ്വസിക്കുകയുമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മാർഗമാണ്. മതഭേദം എന്ന് നിങ്ങൾ പറയുന്ന മാർഗത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ പെന്തിക്കോസുകാർ ചിന്തിച്ചോണ്ട് നിങ്ങൾക്ക് മതമില്ല, മതത്തെ വിട്ടവരാണ് നമ്മൾ. നമുക്കൊരു മാർഗമേ ഉള്ളൂ. മാർഗം കൂടി ഒന്ന് കേട്ടിട്ടില്ലേ? മതത്തിൽ നിന്ന് മാർഗം കൂടിയവരാണ്. പണ്ട് മതങ്ങളിൽ നിന്നൊക്കെ, സമുദായങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വരുന്നവരെ സമുദായക്കാർ വിളിച്ച് അവർ മാർഗം കൂടിയവരാണെന്ന് പറയുന്നത്. അങ്ങനെ പെന്തിക്കോസുകാരുമായിട്ട് കല്യാണം ആലോചിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ലാക്കാട്ടൊരു അച്ചായനുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അവിടുത്തെ നമ്പർ 1 മുതലാളിയുമാണ്, റൗഡിയാണ്. തന്നെ കിടുകിടാ പേടിക്കുമായിരുന്നു അവിടുത്തെ യാഹൂക്കാർ. അതുപോലത്തെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ താൻ രക്ഷിക്കപ്പെട്ട് പെന്തിക്കോസിലേക്ക് വന്നു. പെന്തിക്കോസിൽ വന്ന് താൻ കുഞ്ഞാടിനെ പോലെയായി. ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താനെ ക്ഷണിക്കപ്പെട്ട് ആ കല്യാണ സദ്യയിൽ ഭക്ഷണത്തിരിക്കുന്ന സമയത്ത് അവിടുത്തെ യാക്കോബായിലെ ചില പാരമ്പര്യ പ്രമാണികൾ ഈ അവസരം നോക്കി, ഈ പെന്തിക്കോസുകാരെ എഴുന്നേൽപ്പിച്ച് വിട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സഹകരിക്കത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെട്ട് ഞാൻ ഇറങ്ങിപ്പോവാം, നോക്കണം. പണ്ടാണെങ്കിൽ വിറയ്ക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ ടി.പി. ജോൺ സാറ് പറഞ്ഞൊരു കാര്യം, ഈ തിരുവനന്തപുരത്ത് അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ റൗഡികളുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ചെങ്കൽച്ചൂള, ചെങ്കൽച്ചൂളയിൽ അങ്ങനെ റൗഡി സംഘങ്ങളും ഭയങ്കര ദോഷപ്രവർത്തനം ചെയ്യുന്നവരാണ്. അവരെല്ലാം വടിവാള് വെച്ചിട്ട് കീബോർഡ് വായിക്കുന്ന മ്യൂസിക്കലും കീബോർഡിലേക്ക് മാറി എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്താണ് പ്രിയരെ ഇതിൻ്റെയൊക്കെ സന്ദേശം? ഇത് മതപരിവർത്തനമല്ല, ആരെയും ഫോഴ്സ് ചെയ്യാനും പാടില്ല. ഇത് പണം കൊടുക്കുന്ന മാർഗവുമല്ല. ഞാൻ പോലും 78 രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ എന്നോട് ആരും പെന്തിക്കോസിലേക്ക് വരാൻ പറഞ്ഞില്ല. എൻ്റെ മുറിയിൽ വെച്ച് ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. ഞാൻ പുതിയ മനുഷ്യനായിട്ട് മാറി. എൻ്റെ മുടി സ്റ്റൈൽ മാറി,
ഡ്രസ്സ് മാറി, ഇവനൊരു പോളിസ്റ്റർ ഷർട്ട് പോലും, പുതിയൊരു പോളിസ്റ്റർ ഷർട്ട് ഞാൻ ഇട്ട സമയത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ എനിക്ക് അതുകൂടെ ഇറിറ്റേഷനായിട്ട് തോന്നി. വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നിട്ട് ഒരു ഉടുപ്പ് തരണമെന്ന് പറഞ്ഞു. ഞാനിത് ഊരി കൊടുത്തു. അയാൾ ഇത് വേണ്ട, ഇത് വേണ്ട, പഴയത് മതി എന്ന് പറഞ്ഞു. എനിക്കിതെങ്ങനെ ഒഴിഞ്ഞു പോകണമെന്നായി. ഞാനത് പഠിക്കുന്ന സമയത്ത്, ഇലക്ട്രോണിക്സ് 2ാം വർഷം പഠിക്കുന്ന സമയത്താണ് ഇവിടെ IT-യിൽ. ആ സമയത്ത് പാൻറ്റും ഷർട്ടും പാൻറ്റൊക്കെ നിർബന്ധമാണ്. ഞാൻ വെള്ള നിർബന്ധമായ ദിവസം മാത്രം പാൻറ്റ് ഇടും. ബാക്കി സമയത്തിൽ ഞാനും എൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ട 2 പേരും വെറും വൈറ്റ്, വില കുറഞ്ഞ തുണികൾ വാങ്ങിച്ച് കഴുകിയെടുത്ത് വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്നു. ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. മുടി പറ്റേ വെട്ടിച്ചു, മീശ വെട്ടിച്ചു. ഇതൊന്നും ആരുടെ നിർബന്ധത്താലല്ല, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അതിന് യോഗ്യമായി ഞാൻ തന്നെ അത് ആത്മാവിൽ മനസ്സിലാക്കി ചെയ്തതാണ്. ഇതാണ് പെന്റിക്കോസ്റ്റിൻ്റെ നവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജോൺ സാർ പറഞ്ഞ പോലെ ആ പെന്റിക്കോസ്റ്റിൻ്റെ അനുഭവം പ്രാപിച്ചാൽ ഈ ലോകം എത്ര നന്നാകും. മറ്റൊരു കാര്യം കൂടി താൻ കൂട്ടിച്ചേർത്തു. ഗവൺമെൻറ്റിനോ മന്ത്രിമാർക്കോ മറ്റ് പോലീസുകാർക്കോ സാധിക്കാത്തൊരു കാര്യമാണ് ഇവരുടെ ഈ തെരുവ് പ്രസംഗത്തിൽ പലരും രക്ഷിക്കപ്പെടുന്നത്. എനിക്ക് തന്നെ എത്രയോ അനുഭവമുണ്ട്. ഞാനൊരിക്കലും ഒരു തെരുവ് പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിന് മുമ്പിൽ പോയി പ്രസംഗിച്ചു. ഒരു ഡോക്ടർ താനെ മരിക്കാൻ തീരുമാനിച്ച സമയത്താണ് താനെ സുവിശേഷത്തിൽ രക്ഷിക്കപ്പെട്ടു. എത്രയോ മനുഷ്യർ ഞങ്ങൾ നടത്തിയ പരസ്യയോഗങ്ങളിൽ രക്ഷിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. ചെമ്പകപ്പാറയിലെ CP പരസ്യവും പ്രസംഗം കേട്ടപ്പോഴാണ് 2 കുടുംബങ്ങൾ അങ്ങനെ വരാൻ. ശാന്തിഗ്രാം, ഈ ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 88-90 കാലയളവിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കട്ടപ്പനയിൽ അന്ന് ഈ ആത്മാക്കളെ ദൈവം തരാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ വരുന്ന മനുഷ്യർ മദ്യപാനത്തിൽ വിടുതലാകുന്നു. ഇത് ഗവൺമെൻറ് എത്രയോ ശക്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്തെങ്കിലും മനുഷ്യന് അതിന് വിടുതൽ പ്രാപിക്കുന്നില്ല. വിടുതൽ പ്രാപിക്കണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ലഹരി അവർ കണ്ടുപിടുത്തണം, അതിനേക്കാൾ വലിയൊരു സന്തോഷം ലഭിക്കണം. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് ഇപ്പോൾ ഒരു പുതിയ DMK ഈ ഇതിൽ തോൽവിയുടെ പരാജയത്തിൻ്റെ കാരണമെന്നാന്ന് അവർ അന്വേഷിച്ച് വരുമ്പോൾ അവിടുത്തെ ഒരു സുവിശേഷകൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനിടയായി. DMKയോട് പറയാം, നിങ്ങൾ തോറ്റതിൻ്റെ കാരണം ഒന്ന്, നിങ്ങൾ മദ്യഷാപ്പുകൾ അധികമായി തുറന്നു കൊടുത്തു. അനേകർ മദ്യപിച്ച് വെറുക്കത്തിൽ പൊറുകിയ സമയത്തിൽ കുടുംബങ്ങൾക്ക് സമാധാനമില്ലാതായി. അപ്പോൾ ഈ സമയങ്ങളിൽ ആ മദ്യഷാപ്പിന് മുമ്പിൽ പോയി സുവിശേഷ പ്രവർത്തകർ പ്രസംഗിക്കുമെന്ന് പറയും. ഒരു മദ്യഷാപ്പുകാരന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടായി, ഇയാളെ ഭീഷണിപ്പെടുത്തി. വേറെ സുവിശേഷനോട് പറഞ്ഞു, നിനക്ക് 5 കുപ്പി മദ്യം തരാം ഫ്രീ ആയിട്ട്, നീ കുടിച്ചോണ്ട് വീട്ടിൽ പോകുമോ, ഇവിടെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞു. അവൻ ശക്തമായിട്ട് സുവിശേഷം പറഞ്ഞു. നോക്കണം, മദ്യപാനികൾ പോലും തങ്ങളുടെ ജീവിതത്തിൽ മടിപ്പുണ്ടായിട്ട് വിജയ്ക്ക് വോട്ട് ചെയ്തു. കേരളത്തിലും നവീകരണം ഉണ്ടാകണമെങ്കിൽ ഈ മദ്യഷാപ്പ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ PM സുധീരൻ സാറിൻ്റെ ആഗ്രഹം നിറവേറണമെങ്കിൽ ഇവർ കോൺഗ്രസ്സിൽ ലീഡർഷിപ്പ് മാറേണ്ട കാര്യമില്ല. VT സതീശൻ മാറി മറ്റൊരു നേതാവ് വന്നുകൊണ്ടൊന്നും കേരളം നന്നാകത്തില്ല. കേരളം നന്നാകണമെങ്കിൽ പെന്തിക്കോസ്റ്റിൻ്റെ ശക്തിപ്പെടണം. പെന്തിക്കോസ്റ്റിൻ്റെ സുവിശേഷം യേശു ക്രിസ്തു വന്നെങ്കിലേ മനുഷ്യൻ നന്നാവും. ഇനി മതങ്ങൾ നോക്കുക. ഈ മതങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ക്രിസ്തുമതം, ഹിന്ദുമതം, മറ്റു മതങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം മതം, ഇല്ലെങ്കിൽ യഹൂദ മതം, ഇങ്ങനെ അനേക മതങ്ങളുണ്ട്. ശരി, മതങ്ങളെല്ലാം കൂടി ഒരു തീരുമാനമെടുക്കുക. നമുക്ക് അനുയോജ്യനായ ഒരു നേതാവ്, അതായത് മനുഷ്യനേക്കാൾ പ്രാപ്തിയുള്ളൊരു നേതാവ്, അതാണ് ദൈവം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പ്രാപ്തിയേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായ ഒരുത്തനായിരിക്കണം ദൈവം. ആ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ മതങ്ങളെല്ലാം കൂടി ഒരു പ്ലാനിടെ. നിങ്ങൾ ഈ മതസൗഹാർദ്ദവും മതേതരത്വമൊക്കെ പറഞ്ഞു നടക്കുന്ന കാലമല്ലേ? അതൊക്കെ ചുമ്മാ വെറും ഷോ അല്ലേ? യഥാർത്ഥ മതങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക, മാർഗത്തെ കണ്ടുപിടിക്കുക. അങ്ങനെയെങ്കിൽ ഗാന്ധിജി പറഞ്ഞ പോലെ, VT സതീശൻ പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിനകത്ത് തല്ലിക്കൊന്നിട്ട് കാര്യമൊന്നുമില്ല, കഴുത്ത് വെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോസ്തലന്മാർ കാലത്തിലും കഴുത്ത് വെട്ടിയെങ്കിലും അനേകരെ കൊന്നെങ്കിലും 10,000 മാനസാന്തരപ്പെട്ട് വരുന്നു. ക്രിസ്തുവിൽ കൂടി മാത്രമേ സാധിക്കൂ. അല്ല, നിങ്ങളുടെ മത നേതാവിനെ എടുത്ത് നോക്കേ, മാതൃകയായി പിൻപറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, യേശു ക്രിസ്തുവിൻ്റെ മാതൃകയിൽ പിൻപറ്റുക. അതിന് തടസ്സമൊന്നുമില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ഈ പ്രസംഗങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഈ മതേതരത്വവും ഈ ചാനൽ ചർച്ചകളിലെല്ലാം നടക്കുന്ന ഈ ബ്ലഡറെല്ലാം അടിക്കാതെ ആരെങ്കിലും ഒരു റോൾ മോഡൽ വേണ്ടേ?
ഞാൻ 1921 എൻ്റെ റോൾ മോഡലായിട്ട് എൻ്റെ രക്ഷകനായിട്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 48 വർഷം പല പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക മാത്രമല്ല, അനേക മനുഷ്യരെ സത്യത്തിലേക്ക് വഴികാട്ടാൻ ദൈവം സാധിച്ചു. ജീവിതം തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു വിവാഹം പോലും വേണ്ട, കുടുംബത്തെ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സത്യത്തിന് വേണ്ടി ജീവിക്കുന്നത്. ഇനി പെന്തിക്കോസുകാർക്ക് ഒരു മതമുണ്ട്, അതാ രസം. TPF ഉൾപ്പെടെയുള്ള എല്ലാ പെന്തിക്കോസുകാരിലും ഒരു മതമുണ്ട്. ആ മതമാണ് അവരുടെ ദോഷം. ആ മതം മാറ്റി അവിടെ ക്രിസ്തുവിനെ സ്ഥാപിക്കണം. ചിലർക്ക് യേശു ക്രിസ്തുവിനേക്കാൾ അവരുടെ സഭ, പെന്തിക്കോസ് മിഷൻ അല്ലെങ്കിൽ ചില വിശുദ്ധന്മാരെ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ്, ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം മനുഷ്യർ കൊടുത്തുകൊണ്ടാണ് ഇതിൽ പല സുവിശേഷ നേതാക്കന്മാരും ഇതിൽ തട്ടിപ്പോകാൻ കാരണം. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ദിനകരൻ സാറ് ദൈവത്തെക്കാൾ കൂടുതൽ തൻ്റെ മകളെ സ്നേഹിച്ചു. അതെങ്ങനെ വെളിപ്പെടുന്നു വെച്ചാൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അറിയുന്നത്. അപ്പോൾ ദൈവം അതൊക്കെ മാറ്റി, അതൊരു വിഗ്രഹമായി മാറി. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മകളെ സ്നേഹിക്കുന്നത് എനിക്ക് പ്രിയമല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം തനിക്ക് അസൂയുണ്ടായിട്ടല്ല, അവൻ്റെ ലക്ഷ്യം തെറ്റിപ്പോവും. കാരണം അവരെല്ലാം നീങ്ങിപ്പോവും. ഞാനൊരു ഹിന്ദു സഹോദരൻ്റെ സാക്ഷി കേട്ടിട്ടുണ്ട്. കർത്താവ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. തൻ്റെ ഒരു ഏക മകൻ, പ്രിയ മകൻ, തനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ തൻ്റെ പിതാവ് മരിച്ചു. ആ സ്ത്രീ മകന് വേണ്ടി വിവാഹം കഴിക്കാതെ വിധവയായി നിന്നുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നു. ഏകദേശം 12 വയസ്സായി. നോക്കണം, ജീവന് തുല്യമായി സ്നേഹിച്ച തൻ്റെ മകൻ പനി പിടിച്ചു, ന്യൂമോണിയായി, മരിക്കാറായി. അപ്പോൾ വീട്ടുകാരും ഒക്കെ ആകെ ഭയപ്പെട്ടു, ഈ സ്ത്രീക്ക് വല്ല പ്രാന്ത് പിടിക്കുമോ? കാരണം അതുപോലെ മകനെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം ഭയപ്പെട്ടു. രാത്രിയിൽ മരിച്ചു, വൈകുന്നേരമായി മകൻ മരിച്ചു. പക്ഷേ മകനല്ല, സ്ത്രീക്ക് അവനിരിക്കുകയാണ്. കാരണം ഈ സ്ത്രീ തൻ്റെ ഏക മകന് വേണ്ടിയാണല്ലോ ജീവിച്ചത്. അതുകൊണ്ട് ഈ മകന് വേണ്ടി ചിലപ്പോൾ ജീവൻ ഒടുക്കി കളയുമെന്ന് പേടിച്ചിട്ട് രാത്രി മുഴുവൻ അവർ കാവൽക്കിരിക്കുകയാണ്. അവരല്പസമയം കരഞ്ഞതിന് ശേഷം പോയി മുറിക്കകത്ത് പോയി കിടന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് പതിവ് പോലെ ചെയ്യുന്ന പോലെ ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർ ചെന്ന് തൻ്റെ ഇഷ്ടദൈവത്തെ കണ്ട് പ്രാർത്ഥിച്ചു സന്തോഷമായി നിൽക്കുമ്പോൾ അതിന് കൂടെ പോയ അയൽവക്കാർ ചോദിച്ചു, നിനക്കെന്താ, എന്ത് സംഭവിച്ചു? ഞങ്ങളെല്ലാം വിചാരിച്ച് കുഞ്ഞ് മരിച്ച് നീ ആകെ തകരാറിലാകും. അവിടെ പറഞ്ഞ് കുഞ്ഞിനെ ദൈവം തന്നു, സമയമായപ്പോൾ അങ്ങ് പോയി. പക്ഷെ ഞാൻ കുഞ്ഞിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തെ ഭയപ്പെടും. നമ്മളതിലെ ദാവീദിന് കുഞ്ഞിന് വേണ്ടി ദാവീദ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞിനെ കിട്ടിയില്ല, മരിച്ചു വെച്ചപ്പോൾ തീർന്നു. ദാവീദ് നല്ല ഫ്രഷായി കുളിച്ച് ഭക്ഷണം കഴിച്ച്. അപ്പോൾ കണ്ടു നിനക്ക് പറയാം, ഇട മരിച്ചപ്പോൾ നീ ഇത്ര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ പോയില്ലോ, ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നല്ല, അവനിങ്ങോട്ട് വരത്തില്ല. ഈ വിശ്വാസമാണ്. മരിച്ചു കഴിയുമ്പോഴാണ് ചിലർക്ക് ആവേശം. ഞാൻ പറയാറുള്ള പോലെ, ഒരാൾ രോഗിയായി കിടന്നാൽ നമ്മൾ ചിലർക്ക് പോകാൻ താല്പര്യമില്ല. രോഗിയായി കിടക്കുമ്പോഴേ പോയി പ്രാർത്ഥിച്ച് അവർക്കൊരു ആശ്വാസവും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ ഒരു ബ്രെഡോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സന്തോഷമാണ്. ഇത് ചത്തു കഴിയുമ്പോൾ ശവം കാണാൻ കൂടുകയാണ്, അടക്കം. ഇത് സമുദായക്കാരുടെ സ്പിരിറ്റാണ് കേട്ടോ. പെന്തിക്കോസ്തുകാർ അത് ആവർത്തിക്കരുത്. അവരെ ആണെങ്കിലും അടക്കം ചെയ്തു. നമുക്ക് അടുത്ത കാര്യമാണെങ്കിൽ പോകാൻ സൗകര്യമുള്ള പോകാമെന്നല്ലാതെ അതിന് കൂടുതൽ ബഹളം വയ്ക്കേണ്ട ആവശ്യമില്ല. ചത്ത ശവമല്ല വിഷയം. ഇതിപ്പോൾ നമുക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റെ കൊണ്ട് ശവമടക്കാൻ ലക്ഷങ്ങളാണ് മുടക്കുന്നത്. തന്നേന്നാളും ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരെ കൊണ്ട് അവിടെ ആക്കിയതിന് ശേഷം മരിക്കുമ്പോൾ എന്തോ ഒരു ആഘോഷമൊന്നും ഈ സമുദായക്കാരൊക്കെ നടത്തുന്നത്. ഈ പ്രാന്തന്മാർ, പൊട്ടന്മാർ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഏൽപ്പിക്കുക, ലക്ഷങ്ങളാണ് പിടിക്കുന്നത്. കല്യാണ പന്തലിനേക്കാൾ വലിയ പന്തലും ഒറിജിനൽ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് ബ്യൂട്ടീഷ്യനെ വരുത്തി ശവം ബ്യൂട്ടി പാർലർ കൊണ്ടുവരാൻ വയ്യത്തുകൊണ്ട് ഏറ്റവും വലിയ ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്ന് ഇവരെ മേക്കപ്പ് ചെയ്ത് ബോഡിയായിട്ട് എടുക്കുക. എന്തോ ആവശ്യത്തിന് ഈ പൊട്ടന്മാർ, കഴുതകൾ, പ്രാന്തന്മാർ, സമുദായ ക്രിസ്ത്യാനികൾ, പെന്തിക്കോസുകാർ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഈ ശവം പിന്നെ ഒന്നിനുമില്ല. ഈ ശവം ഉയർക്കത്തില്ല. ഇത് മണ്ണിനോട് അലിഞ്ഞു ചേരുന്നല്ലാതെ ഇത് ഉയർത്തെന്നിട്ട് എടുത്തു കൊടുക്കാനാണ്. ഇതുപോലെ തന്നെ എന്നെ നിങ്ങൾ നിത്യത കാണുന്നെങ്കിൽ എന്തോ ഗുണമെന്ന് പറ. നിത്യത്തിൽ എന്നെ നിങ്ങൾ ഇതുപോലാണോ കാണുന്നത്? അല്ല. അപ്പം പിന്നെ അത് ഇതോടെ അവസാനിച്ചു. മണ്ണിൽ നിന്ന് മനുഷ്യനെ എടുത്ത് മണ്ണിലേക്ക് തിരിഞ്ഞു. ഇനി ഒരർത്ഥം പറഞ്ഞാൽ ഈ മണ്ണുകൊണ്ട് എറിയുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരിക്കും കേട്ടോ. എനിക്കതിനോട് യോജിപ്പില്ലെങ്കിലും മനുഷ്യാന്ന് ഈ മണ്ണാവുന്ന മണ്ണിലേക്ക് തിരിഞ്ഞു പോകുന്നു. അതോടെ അവസാനിച്ചു. പക്ഷേ ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. ഈ ആത്മാവാണ് നിത്യത. അതാണ് നമ്മുടെ വിഷയം.
നിത്യതയ്ക്ക് ഒരുക്കുന്ന ആത്മാവ്. അതിനുവേണ്ടി ചത്തതിന് ശേഷം 10,000 രൂപയുടെ ശവപ്പെട്ടിട്ടൊന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും കല്ലറകളെന്ന് പറയുന്നത് പെട്ടെന്ന് ദ്രവിക്കുന്നതായിരിക്കണം. അതുകൊണ്ട് 100, 300 രൂപ 500 രൂപയുടെ ഒരു പെട്ടിയാലും മതി. ഏതാ റബ്ബർ കൊണ്ട് ഉണ്ടാക്കി ഏതായാലും വെള്ളത്തുണി മതിയോ ഇല്ലയോ? ഏതായാലും വെള്ളത്തുണി മതി. പിന്നെ ഇതിന് മാത്രം വലിയ കാശ് കൊടുത്ത് പെട്ടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പാവങ്ങൾ കൊടുക്കുകയോ അതുപോലെ ആഘോഷമായിട്ടൊന്നും വലിയ കിടക്കാക്കേണ്ട ആവശ്യമില്ല. ഈ റബ്ബർ പെട്ടിയൊക്കെയാണ് പെട്ടെന്ന് ദ്രവിച്ചു പോകും. ഇപ്പം തന്നെ നമ്മുടെ സഹോദരന്മാർ കുഴി മാറ്റുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അവർ. കഴിഞ്ഞ ഒരു അച്ചായനെ നോക്കിയിട്ട് അച്ചായൻ ദ്രവിച്ചിട്ടില്ല. അതാ അസ്ഥിയെല്ലാം അതുപോലെ തന്നെ കട്ടിയായിട്ടിരിക്കുക. ജോർജ് കൃഷ്ണവർളം ചെന്നിട്ട് പിന്നെ ഏതായാലും പുള്ളിക്കാരെ തട്ടി വിട്ടിട്ട് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. അസ്ഥി ഒരെണ്ണം പോലും വിട്ടിട്ടില്ല. വർഷം 3-4 അങ്ങനെ അസ്ഥിപരമുള്ള പാർട്ടികളൊക്കെ ഉണ്ട്. അത് പിന്നെ പോട്ടത്. അപ്പോൾ അവൾ പെട്ടി ദ്രവിക്കുന്ന പെട്ടിയായിരിക്കണം കേട്ടോ. ഏറ്റവും കുറഞ്ഞ പെട്ടി വാങ്ങിച്ചിട്ട് വെള്ളത്തുണി പതിഞ്ഞാൽ മതി. ഈ വെള്ളം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഏത് കുറഞ്ഞതിനെയും വെള്ളം കൊണ്ട് പൊതിയുമ്പോഴേ വ്യത്യാസം ഉണ്ടാകുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ശരീരം എങ്ങനെയാണ് നിത്യതയിലേക്ക് നമ്മൾ ഒരുക്കിയെടുക്കുന്നത്? ഇത് പ്രാകൃത ശരീരമാണ് അല്ലേ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരത്തിലാണ് ഇത് വിതയ്ക്കപ്പെടുന്നത്, ആത്മീയ ശരീരം ഉയർക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. വായിരും മൈക്ക് ഓൺ ചെയ്ത് നന്നായിട്ട് ശബ്ദമായിട്ട് വായിരും. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. അപ്പൊ 2 ശരീരമാണ്, പ്രാകൃത ശരീരവും ആത്മീയ ശരീരം. ഇപ്പൊ നമ്മളെല്ലാം കാണുന്ന ഈ പ്രാകൃത ശരീരമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു മണ്ണാണ്. ഈ മണ്ണിലേക്കാണ് വിത്ത് വിതയ്ക്കുന്നത്. എന്ത് വിത്ത്? നമ്മൾ ഈ പ്രാകൃത ശരീരത്തോട് ജീവിക്കുന്ന സമയത്താണ് ദൈവവചനമെന്ന വിത്ത് നമ്മളിൽ വിതയ്ക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന വിഷയമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. വെറുതെ ചുമ്മാ അന്ധവിശ്വാസവും അനാചാരങ്ങൾ കൊണ്ട് ജീവിക്കരുത്. ബന്ധുക്കൂസുകാർ പോലും മരിച്ചതിന് ശേഷം ശവപ്പെട്ടിയെ പിടിച്ച് കൊടുക്കുക, ഇത് ഞങ്ങളിവിടെ അടക്കുന്നു, കർത്താവ് വരുമ്പോൾ ഇവിടുന്ന് പൊങ്ങുന്ന ഇപ്പോഴും ചില നമ്മുടെ ഭാഷന്മാർ പോലും പറയുന്നത്. അങ്ങനെ പൊങ്ങത്തിലൂടെ ഇവിടെ നല്ല വരുന്നത്. ഇത് പഴയ യഹൂദൻ്റെ ഒരു പാരമ്പര്യ കൾച്ചർ. മനുഷ്യന് മനസ്സിലാകാത്ത കാലങ്ങളിൽ മനുഷ്യൻ മണ്ണിലടക്കുന്നു, ഇവിടുന്ന് ഉയർക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഞാനും കൂടെ കാണാപ്പാടം പഠിച്ച് എഴുതിയതാണ്, മാർക്ക് കിട്ടിയതാണ്. കുറേ കൂടെ വളർന്നപ്പോഴാണ് മനസ്സിലായത് സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, ഭൂമിയുടെ കറക്കം കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ പഠിച്ചത് തെറ്റാണോ? അല്ല. കാരണം ആ വയസ്സിൽ അത്രേ പഠിക്കാൻ മനസ്സിലാക്കത്തുള്ളൂ. നമ്മൾ കാണുന്നത് അതുപോലെയാണ്. ഇതുപോലെ കല്ലറയിലുള്ളവർ അവിടെ ശബ്ദം കേൾക്കും, മണ്ണിൽ ഉറങ്ങി ഉയർക്കുമെന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലാക്കാനൊക്കെ. ഈ ഇത്രയും ഉപദേശങ്ങൾ വെളിപ്പെട്ട കാലത്ത് പോലും ഇത് പറഞ്ഞാൽ ചിലർ തലയ്ക്കകത്ത് കയറത്തില്ല. അതുകൊണ്ടാണ് ഈ അടക്കത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ 10,000-കണക്കിന് വിശ്വാസികൾ അപ്പോസ്തലന്മാരെയൊക്കെ ആരാ അടക്കിയത്? പൗലോസിനെ ആരാ അടക്കിയത്? എവിടെ കൊണ്ട് വലിച്ചിട്ട് തീർത്തു? ക്രിസ്ത്യാനികളെ സിംഹത്തിലിട്ട് കൊടുത്തു, മൃഗങ്ങൾക്കിട്ട് കൊടുത്തു. വടക്കേന്ത്യയിൽ എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഒരു നല്ല സുവിശേഷകൻ, നല്ല വിദ്യാഭ്യാസമുള്ളവനും ക്യാപ്റ്റൻ സാമുവൽ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന വിഷയമാണ്. വടക്കേന്ത്യത്ത് ആ സുവിശേഷം അറിയിച്ച് ഒറ്റയ്ക്ക് നടന്ന സുവിശേഷം അറിയും. വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അങ്ങനെ അവസാന സുവിശേഷ വിരോധികൾ തന്നെ പിടിച്ച് 1-2 പ്രാവശ്യം വാൺ ചെയ്തു. പക്ഷെ ഞാനിതിനു വേണ്ടി മരിക്കാൻ ഇറങ്ങിയ ആളാണ്. ഇദ്ദേഹത്തെ ഒരു ട്രാക്ടറിൻ്റെ പുറകിൽ, അന്നത്തെ കാലത്തിൽ ഒരു ട്രാക്ടറിൻ്റെ പുറകിൽ ഇദ്ദേഹത്തെ കയറുകൊണ്ട് കെട്ടിയിട്ട് പരസ്യമായ ആ ഗ്രാമങ്ങളിൽ കൂടി ഇങ്ങനെ ഓടിച്ചോടിച്ച് തൻ്റെ തോലെല്ലാം ഉരിഞ്ഞ് രക്തം വാർന്ന് മരിച്ചു. ക്യാപ്റ്റൻ സാമുവൽ ആ സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ ചെന്നപ്പോൾ പിന്നീട് അറിഞ്ഞത് ഇദ്ദേഹത്തെ ഒരു ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു. നോക്കണം, ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു. തെരുവ് പട്ടികൾ, തെരുവ് നായ്ക്കൾ അവരുടെ ശരീരത്തെ തിന്നു. ആരടക്കി? ഒരു ഉയർപ്പിൻ നാളിൽ മഹിമയുടെ ശരീരമായിട്ട് എവിടെ ഉയർക്കും? തേജസ്സിൽ ഉയർക്കുമെന്നാണ്. അങ്ങനല്ലേ? കർത്താവ് താൻ ഗംഭീരതാളത്തോടും വായിച്ച് 1 ദിവസത്തിലേക്ക് 4:16, 17 വായിക്കാം. ഇറങ്ങി വരികയും
ഉയർപ്പിനെന്നെ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തോണം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർച്ച നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് നോക്കണം, അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കും. നോക്കണം, ക്രിസ്തുവിൽ മരിച്ചവർ എവിടെ ഇരിക്കുന്നേ? പർദീസയിൽ. അത് നമുക്കുള്ള അറിവ്. ആ പർദീസയിൽ 3 ഭാഗമുണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. അതായത് മരിച്ചവരുടെ ഉയർപ്പ് 3 ലെവലിൽ കാണപ്പെടുകയാണ്. മരിച്ചവർ ഒരേ സ്ഥലത്തല്ല ഇരിക്കുന്നത്. അത് ആദ്യ പുനരുത്ഥാനത്തിലുള്ളവരുടെ സ്ഥലം വേറെ, മറ്റുള്ളവരുടെ സ്ഥലം വേറെ. അതാണ് 1-ാം സ്വർഗം, 2-ാം സ്വർഗം. ഇത് പർദീസയുടെ അവസ്ഥയാണ്. ഇത് സ്വർഗത്തിലെ അവസ്ഥയല്ല. മരിച്ച ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലം. അതെങ്ങനെയാണ് വിശ്രമിക്കുന്നത് നമുക്കറിയത്തില്ല. അതോടെ പോയി കണ്ടെങ്കിലേ അറിയത്തുള്ളൂ. പക്ഷേ അവിടുന്ന് വന്നവരെ എനിക്കറിയാം. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം അനുവദിച്ച് റൂമിൽ വന്ന സംഭവമുണ്ട്. അങ്ങനെ ഒരാളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് പറയാം. അപ്പോൾ ഇവിടെ നോക്കണം, പിന്നെ അവരോടൊരുമിച്ച് ആകാശത്തിൽ എതിരേൽക്കും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച മുമ്പ് ഉയർക്കുന്നത് എവിടുന്നാ ഉയർക്കുന്നത്? കള്ളനോട് യേശു പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ മണി കിടക്കുമെന്നല്ലോ, പർദീസയിലാണ്. പക്ഷെ കള്ളൻ്റെ ശരീരം മണ്ണിലല്ലേ? കള്ളൻ്റെ ശരീരം മണ്ണിൽ കിടക്കുമ്പോൾ തന്നെ യേശു കള്ളനോട്, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലിരിക്കും. അപ്പോൾ ആ പർദീസിലാണ് മരിച്ച ആൾക്കാരുടെ വിശ്രാമസ്ഥലം. വിശുദ്ധന്മാർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ മുതൽ പുതിയ യെരൂശലേം മണവാട്ടി വരെ വിശ്രമിക്കുന്ന. അതിന് 3 ഘട്ടം: പുതിയ സ്വർഗം, പുതിയ വാനം, 1-ാം സ്വർഗം, 2-ാം സ്വർഗം. അഥവാ പൗലോസ് പറഞ്ഞ്, ഞാൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. ഇത് നിത്യതയല്ല, നിത്യതയ്ക്കുമ്പോഴൊരു ഇടത്താവളം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ചില സമയത്ത്, വലിയ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ വസായി റെയിൽവേ സ്റ്റേഷൻ ഒരിക്കൽ പോയ സമയത്ത്, ന്യൂ ബോംബെയുടെ അടുത്തുള്ളതാണ് വസായി, നമുക്കൊരു ഫെയ്ത്തോട്ട്. അന്ന് ആ കാലത്തിൽ വിദേശ മോഡൽ പണിതാണ്. അവിടെ ആ സ്റ്റേഷനിൽ സാധാ ടിക്കറ്റ് എടുക്കുന്നവർക്ക് അവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നല്ല കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഇരിക്കാം. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുക്കുന്നവരും അവർക്ക് പ്രത്യേക മുറിയുണ്ട്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകാർക്ക് വിശ്രമിക്കുന്ന ഒരു മുറിയുണ്ട്. AC-യിൽ ബുക്ക് ചെയ്തവർക്ക് AC റൂം തന്നെയാണ് അവർക്ക് വിശ്രമിക്കാൻ. അവിടെ എന്നാൽ ഇവിടെ നമുക്കറിയാം, ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചിലപ്പോൾ ട്രെയിൻ ലേറ്റായി, 2 മണിക്കൂർ ലേറ്റായി, ഒരു പണിയില്ല. 2 മണിക്കൂർ മുമ്പ് ട്രെയിൻ വരേണ്ടത് കാത്തിരുന്നവർ 2 മണിക്കൂർ ലേറ്റായെന്ന് പറയുമ്പോൾ വരുത്തി അവരോട് വിശ്രമത്തിൽ ഇങ്ങനെ സമാധിയിലിരിക്കുന്ന പോലെ ഇരിക്കും. പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വരുന്നു, കാഹളം ബെല്ലടിക്കുന്നു, മണിയടിക്കുന്നു, ട്രെയിൻ വരുന്നു. ഓരോരുത്തരും എന്ത് ചെയ്യും? താന്താന്തിൻ്റെ നിരയിലാണ് ഉയർത്തുന്നത്. AC കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നേരെ ഉയർത്തുന്നതിന് ശേഷം ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോകും. ഇല്ലല്ലോ, അത് AC കമ്പാർട്ട്മെൻറ്റിൽ തന്നെ പോകും. ഫസ്റ്റ് ക്ലാസ്സുകാർ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ റൂമിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോകും. സാധാരണ ജനറൽ ജനറലും കയറും. ഇതുപോലെ ഓരോരുത്തരും താന്താന്തിൻ്റെ നിരയിലെത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ഉള്ളവർ അവൻ്റെ വരവെങ്കിൽ. അതാണ് ഈ പറഞ്ഞ രഹസ്യവരവ്. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കും. ഇനി ഈ മരിച്ചവർ പർദീസയിൽ വിശ്രമിക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശത്തിൽ നോക്കണം, കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. ഇനി ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ന്റെ അവസാനത്തിലാണെന്ന് വായിക്കുമ്പോഴേ കർത്താവ് വരുമ്പോൾ മരിച്ചവരെ അവനോടുകൂടെ വരുത്തണമെന്നാണ്, അല്ലേ? അവൻ്റെ വരവിൽ അവനോടുകൂടെ വരുവാർ എന്നാണ് തമിഴ് പറയുന്നത്. 4-ന്റെ അവസാനത്ത് വായിച്ച് 1 തെസ്സലോനിക്ക 4-ന്റെ ലാസ്റ്റ് ഭാഗം. ഇല്ല, 4-ന്റെ 3-ന്റെ അവസാനം. 1 തെസ്സലോനിക്ക 3-ന്റെ അവസാനത്തിൽ വരുന്ന പ്രത്യക്ഷതയിൽ നോക്കണം. 3-ന്റെ 13-ാം വാക്യം, കർത്താവും തൻ്റെ വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിലായി വെളിപ്പെടുവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ അവൻ വിശുദ്ധന്മാരുമായി വരികയാണ്. അപ്പം മരിച്ചവരെ കർത്താവ് കൂട്ടിക്കൊണ്ട് വരികയാണ്. പിന്നെ ഉയർപ്പെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ ഇങ്ങനെ കല്ലറയിലുള്ളവർ എല്ലാവരും കല്ലറയിലാണോ? അല്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ മണ്ണിലാണോ? അല്ല. വേറെ ഭാഗത്ത് പറയും സമുദ്രം തങ്ങൾ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും. അപ്പോൾ വ്യത്യസ്തമായ ആ മരണവും പാതാളം എന്ന് പറഞ്ഞത് എതിർക്രിസ്തുവിൻ്റെ കാലത്ത് ഇസ്രായേൽ ഈ മരണവും പാതാളവും എന്ന് പറഞ്ഞ അതിക്രിസ്തുവിനോട് നിയമം ചെയ്യും.
വെളിപ്പാട് 6:8 വാക്യത്തിൽ വായിക്കുമ്പോഴേ അവിടെ മരണവും പാതാളവും അവനെ പിൻപറ്റിയെന്നാണ്. എതിർ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ് മരണവും പാതാളവും, അവൻ്റെ പേരാണ്. അപ്പോൾ ഈ മരണത്തോടും പാതാളത്തോടും സഖ്യത ചെയ്തതായിട്ട് യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വായിച്ചേ, 28:16 എല്ലാം എങ്ങനെ പറയുന്നുണ്ട്. അവൻ മരണത്തോട് സഖ്യത ചെയ്തു, പാതാളത്തോട് ഉടമ്പടി ചെയ്തു. ഈ വാക്യം വായിച്ച് രണ്ടും 6:8 വെളിപ്പാട് 6:8 വായിച്ച്. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. നോക്കണം, അപ്പൊ അതിന്റെ പേരാണ് മരണം, അതിന് പാതാളം എന്ന് പേര്. അപ്പൊ മരണവും പാതാളത്തിനെയും പിൻപറ്റുന്ന ഇസ്രായേൽ ജനങ്ങളിൽ ഒരു ഭാഗം എതിർ ക്രിസ്തുവിൻ്റെ കൂടെ പോകും, അല്ല മുദ്രയേൽക്കുന്നവർ അവരുടെ കൂടെ പോകും, അവരുമായിട്ട് സഖ്യത ചെയ്യും. അതാണ് എസെക്കിയേൽ ഒരു വാക്യമുള്ളൂ, അവൻ പാതാളത്തോട് ഉടമ്പടി ചെയ്തു, മരണത്തോട് സഖ്യത ചെയ്തു. 22-ലാണോ? 22-ന്റെ വായിക്കാം. മരണത്തോട് സഖ്യതയും, മലയാളത്തിൽ വായിച്ച് 28:15 വയറിടൂ. മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തെന്നാണ്. അപ്പം ഇതാ ഉടമ്പടി ചെയ്തവരെയാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. 20-ൽ എത്രാം വാക്യം അത്? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ. 14-ാം വാക്യം വായിക്കാം. Cast into the lake of fire. Second death. മനസ്സിലായോ? സമുദ്രം തങ്ങളിൽ എഴുപ്പിച്ചു കൊടുത്തു. ഈ ആക്ച്വലി സമുദ്രമല്ല, കടലിൽ പോയി മരിച്ചവരുടെ കാര്യമല്ല ഈ പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ സമുദ്രം എന്ന് പറയുന്നത്, സമുദ്രത്തിൽ നിന്ന് മൃഗം കയറി വരുന്ന പറഞ്ഞ് ഈ ലോകത്തിൽ മരിച്ചവരും ഉയർക്കും. എതിർ ക്രിസ്തുവിൻ്റെ കാലത്തിൽ ഉടമ്പടി ചെയ്തവരെ തീപ്പൊയ്യിലേക്ക് തള്ളിയിടുകയാണ്. അവർക്ക് വിസ്താരം പോലും വേണ്ട. മറ്റവർക്ക് വിസ്തരിച്ച് ന്യായം വിധിക്കുമ്പോൾ ഇവർക്ക് വിസ്താരം പോലും വേണ്ട, ഡയറക്റ്റ് തീക്കകത്താണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പൈതൽ എങ്ങനെയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, ഒരാൾ ക്രിസ്തുവിൽ മരിക്കണം, എന്ത് ചെയ്യണം? ഒന്നാമത് ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിനെ ധരിക്കണം, ക്രിസ്തുവിനായിത്തീരണം. ഇങ്ങനെയുള്ള ചില ക്രിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് വേദപുസ്തകം വായിക്കുമ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് അവൻ്റെ വിത്ത് നമ്മളിൽ ഇരിക്കുന്നതാണ്. 1 യോഹന്നാൻ എത്ര അധ്യായം? അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിരിക്കുന്നത്, അവൻ്റെ വിത്ത് നമ്മിൽ 4 അവൻ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ അവൻ്റെ വിത്ത് എന്ന് പറഞ്ഞ വചനമാണ്. കർത്താവായ യേശു വചനത്തെ വിത്തായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വിത്ത് നല്ല നിലത്തിൽ വീഴുകയാണ്. നല്ല നിലം എന്ന് പറയുന്നത് മാനസാന്തരത്തിലേക്ക് ഒരുക്കപ്പെടുന്ന ശരീരത്തെയാണ് നല്ല നിലം എന്ന് പറയുന്നത്. ആ നിലത്ത് വീണപ്പോൾ അവിടുന്ന് കിളുക്കാൻ ആരംഭിക്കും. അവനെ കൈക്കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അപ്പൊ അവനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുകയാണ്. നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞാൽ യേശുവിനെ അങ്ങനെ വിഴുങ്ങുകയല്ലോ. അവൻ എന്ന് പറയുന്ന ആരാ? വചനം, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യത്തിൽ വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു. അപ്പൊ വചനമാണ് ജഡമായി തീർന്നത്. ഇതുപോലെ നമ്മളും വചനം ജഡമായി തീരണം. ആ വചനത്തിൽ കൂടെ ജനിച്ച്, അല്ല പെന്തക്കോസ്ത് ജനിച്ചുകൊണ്ടാകുന്നില്ല. ഞാൻ പെന്തക്കോസ്ത് ജനിച്ചാണ്, വിശ്വാസം വേണ്ടി ജനിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവവചനത്താൽ ജനിക്കണം. അതാണ് 1 പത്രോസ് 1:23 വായിക്കുമ്പോഴും 1 പത്രോസ് 1:5 അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷയ്ക്കായി നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് കെടുന്ന ബീജത്താലല്ല. 1:23 വായിച്ചേ. അപ്പൊ ലോകമനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത് കെടുന്ന ബീജമാണ്. മനുഷ്യന്റെ ബീജമണ്ട ഇതിൽ കൂടി ചേർന്ന ക്രോമോസോം 27 കൂടി ചേർന്നാണ് ആ സംയോജനത്തിൽ മനുഷ്യ കുട്ടികളുണ്ടാകും. പക്ഷെ ഇവിടെ കെടുന്ന ബീജത്താലല്ല. വായിക്കാം. ദൈവവചനത്താൽ തന്നെ വീണ്ടും. അതുകൊണ്ടാണ് ഈ വചനം പ്രസംഗിക്കാൻ പറയുന്നത്, അല്ല മതത്തിൽ ചേർക്കാനല്ല. ഇന്ന് ക്രിസ്മതക്കാരും പെന്തക്കോസ്ത് മതക്കാരും ഈ തലതെറിച്ച് പോകുന്നതുകൊണ്ടാണ് ഇതിനെ മതമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്.
എല്ലാ മതങ്ങളിലും ചില അന്തസ്സത്ത് ഉൾക്കൊള്ളുണ്ട്. ഹൈന്ദവ മതത്തിൽ ഓം, ആ ഊ അം അല്ലേ? ആ ഓം എന്ന് പറഞ്ഞെന്തുവാ? അക്ഷരമാലയിലെ ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും നടുക്കും ചേർന്ന് 3 എണ്ണമാണ് അല്ലേ? ആ ആ ഈ അറിയാവോ? ഇപ്പോഴത്തെ തലമുറയ്ക്കെല്ലാം അറിയാവോ? ആ ഈ ഊ ഇറു ഇരു എ എ ഐ ഓ അം ഓ പിന്നെ ഔ അം ആ. അപ്പം ആയും അമ്മുമാണ് ആൽഫയും ഒമേഗയും പോലെ ഇതിനിടയിൽ നിൽക്കുന്നത്. അപ്പം ഈ സൃഷ്ടിയുടെ ദൈവത്തിനെ കാണിക്കുന്ന ആ അം ഇതിനിടയിൽ ഊ, അതായത് ആ ഊ അം സൃഷ്ടി സ്ഥിതി സംഹാരം. നമ്മുടെ ഹൈന്ദവത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സൃഷ്ടിച്ചവരും നിലനിർത്തുന്നവരും സംഹരിക്കുന്നവരും, അതിനല്ലേ ബൈബിൾ പറയുന്നത്. ഇതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പം ആ ദൈവത്തെ മനുഷ്യൻ അവൻ്റെ പോക്കറ്റിലാക്കുക, അവൻ്റെ മതത്തിലാക്കുക, അതിന് വിഗ്രഹങ്ങളുണ്ടാക്കി, അവൻ മതത്തിൻ്റെ വേഷം ഉണ്ടാക്കി, അവനൊരു സിലബസ് ഉണ്ടാക്കി, മതപ്രചരണം നടത്തി ഞങ്ങൾ മാത്രമേ വാഴാവൂ, ഞങ്ങൾ മാത്രമാണെന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. ജനാധിപത്യമല്ലേ? കേൾക്കട്ടോ കേൾക്കട്ടെ. അതിനാണ് തെരുവിൽ പ്രസംഗിക്കുക. നിങ്ങളും പോയി തെരുവിൽ പ്രസംഗിക്കുക. നിങ്ങളുടെ സത്യമാണെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്നേ. അവരൊരു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ. സൂപ്പർ മാർക്കറ്റ് പോലെ നിങ്ങളുടെ വാളും പരിചയം കൂടി ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഒക്കുവോ? ഇവിടെ റോമൻ കൈസർമാർ, രാജാക്കന്മാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ 12 നീറോ മുതൽ വെസ്പീഷ്യൻ വരെയും അല്ല ഡൊമീഷ്യൻ്റെ കാലം വരെയും 10 ചക്രവർത്തിമാർ ഈ മാർഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് എവിടെ പോയി? ഒരുത്തരും സാധ്യമല്ല. ഇത് ജീവിക്കുന്ന സത്യമാണ്. പക്ഷേ ക്രിസ്തുമതക്കാരെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞാൻ ശ്രീപെരുമ്പത്തൂർ പോയി സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്തിൽ അന്നത്തെ RSS സംഘടനയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഏഴുമല എന്ന് പറയുന്ന പാർട്ടി ബൈക്കിൽ ഒന്ന് ചവിട്ടി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ സ്ഥലം വിട്ട് പോകണം, ഇവിടെ പ്രസംഗിക്കുന്ന ഒരുത്തിനും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. അവിടെ ആരും മരത്തുമില്ല, വരുന്നവരുടെ കൈ കാലം വിട്ടുവിടുകയാണ്. ഞങ്ങൾ പറഞ്ഞു മതം പ്രസംഗിക്കാനല്ല, ക്രിസ്തു മതമല്ല, യേശു ക്രിസ്തുവിൻ്റെ സത്യത്തെ സ്നേഹത്തെയാണ്. അയാളെപ്പം വിവരമുള്ളവരായതുകൊണ്ട് ഞങ്ങളെ വിളിച്ച് തൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി ശ്രീപെരുമ്പത്തൂരിൽ. ഞങ്ങളവിടെ ചെന്ന് ആത്മാവിൽ സംസാരിച്ചു. താൻ കരഞ്ഞു. ചായയൊക്കെ വായിച്ചെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, പക്ഷേ എൻ്റെ അണികൾക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങളതുകൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം. ഏതായാലും ഒരു ആത്മാവിനെ കിട്ടി. പിന്നീട് ഞാൻ 30 വർഷത്തിന് ശേഷം 35 വർഷത്തിന് ശേഷം ആ ശ്രീപെരുമ്പത്തൂരിൽ നമ്മുടെ ഇവിടുത്തെ ഹരിഹരൻ, അന്ന് ഹരിഹരനാണ് നമ്മുടെ വണ്ടിയെ കൂടിയത്. ഹരിഹരൻ ഞാനിവിടെ മദ്രാസിൽ പോയപ്പോൾ വീണ്ടും ശ്രീപെരുമ്പത്തൂർ വിസിറ്റ് ചെയ്തു. അന്ന് ഇദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ നടത്തുക. ഞാൻ ചെന്നു സംസാരിച്ചു. ഓർമ്മയുണ്ടോ? പിന്നെ ഓർക്കാതിരിക്കാൻ ഒക്കുമോ? എൻ്റെ ഹൃദയത്തിൽ വെളിച്ചം പകർന്ന ആളല്ലേ. ഞാൻ ബൈബിൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നിട്ട് പുള്ളി സന്തോഷത്ത് പറഞ്ഞു, നമ്മുടെ ആ തെരുവിൽ നമ്മുടെ ഒരു വേല ഉണ്ടെന്ന് പറഞ്ഞു, വിശ്വാസഭവനം നോക്കി. അന്ന് തന്നെ ശ്രീപെരുമ്പത്തൂർ നമുക്കൊരു 10 സെൻറ്റ് സ്ഥലം കിട്ടിയതാണ്. അപ്പം വചനം കേൾക്കുമ്പോൾ മനുഷ്യർക്ക് പരിവർത്തനം ഉണ്ടാകുന്നു, ശത്രുത നീങ്ങുന്നു. ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുക വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ക്രിസ്തു മതക്കാരും പെന്തിക്കോസ് മതക്കാരും തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇത് മാറ്റിയതുകൊണ്ടാണ് ഇത് വിലയില്ലാതായി പോകുന്നത്. യഥാർത്ഥ സത്യം പ്രചരിപ്പിക്കേ. സത്യം നിങ്ങളെ അത് ലാഭേച്ഛ കൂടാതായിരിക്കണം. ദ്രവ്യാഗ്രഹമില്ലാതെ തങ്ങളുടെ സഭയിൽ ആളുണ്ടാക്കി വരുമാനത്തിന് വേണ്ടി ആകരുത്. വിശ്വാസത്തിൽ കൂടുന്നവർ ദശാംശം വരികാൻ വേണ്ടിയല്ല, ആത്മാക്കളെ കർത്താവിന് വരവിൽ ഒരുക്കുന്ന ദർശനത്തോടെ ആയിരിക്കണം ഈ വേല കൊണ്ടുപോകുന്നത്. അങ്ങനെയായിരുന്നല്ലോ പെന്തിക്കോസ് സംഭവങ്ങളെല്ലാം തന്നെ. പക്ഷേ തലമുറകൾ മാറി 3, 4 തലമുറയായി ഇപ്പോൾ വരുന്ന സുവിശേഷ വേലക്കാർ പോലും ചിലർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പോലെയാണ്. ഏതോ കമ്പനിയിൽ ജോലി കിട്ടുന്ന പോലെയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പോലും ചില വേലക്കാർ വരുന്നത്. എല്ലാവരും അല്ല, ചിലർ. ദർശനങ്ങൾ നഷ്ടപ്പെടുന്നു, ദർശനം കുറയുന്നു, ആത്മാക്കളെ നേടാൻ അവർക്ക് അറിയത്തില്ല, ഉപദേശം മനസ്സിലാക്കി കൊടുക്കാൻ അറിയുന്നില്ല, ജനത്തെ ഒന്നാക്കാൻ ചിലർക്ക് അറിയുന്നില്ല. പിന്നെ ഒരു കമ്പനി പോലെ അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തു എന്ന വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആദ്യത്തെ ഇതാരംഭിക്കുകയാണ്. അതാണ് വചനം ജഡമായി തീർന്നു. നമ്മുടെ ഈ വചനമാണ് ഹൈന്ദവ മതത്തിൽ ഓം, സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പോൾ അതിൻ്റെ പിന്നിൽ പറയുന്ന വചനത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവത്തെ നമുക്ക് അറിയണമെങ്കിൽ 2 കാര്യത്തിലാണ്. ഒന്ന് വചനം, ആത്മാവ്. ഇപ്പോൾ വീണ്ടും ജനത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദമോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയാണ്, മതപ്രഭാഷകനാണ്. പക്ഷേ വീണ്ടും ജനനം തനിക്കറിയത്തില്ല. താനൊരു പരമാർത്ഥിയായിട്ട് ആ കാര്യം തുറന്ന് പറഞ്ഞു. കർത്താവേ, യോഹന്നാന്റെ സുവിശേഷം 3 വായിക്കണ്ട, എല്ലാം വായിക്കാൻ സമയമില്ല. അപ്പോൾ കർത്താവ് 3 കാര്യം പറയുന്നു. ഒന്ന്, വചനത്താൽ ജനിക്കണം, വീണ്ടും ജനിക്കണം. 2, വെള്ളത്താൽ ജനിക്കണം,
3 ആത്മാവിൽ ജനിക്കണം. 3 ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം 3 ജനനത്തിൽ 2 ജനനം ഒന്നോടൊന്ന് ബന്ധപ്പെട്ടതാണ്. വചനവും വെള്ളവും അത് രണ്ടും കോമ്പാക്റ്റാണ്. അപ്പോൾ ആ കാര്യമാണ് നമുക്കറിയാം. ജനനത്തെക്കുറിച്ച് മറിയയോട്, കന്യാമറിയത്തോട് ദൂതൻ വന്ന്, ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ, ഞാൻ പുരുഷനെ അറിയാത്ത സ്ത്രീയാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ജനിക്കും? പക്ഷേ ആക്ഷികമായ ജനനം യേശുവിന് ആവശ്യമായതുകൊണ്ട് അവിടെയും പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. വായിച്ച വാക്യം ലൂക്കാസ് സുവിശേഷം 1:35. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ വിശുദ്ധ പ്രജയായിട്ട് ഉരുവാകുവാൻ കെടുന്ന ബീജമല്ല ആവശ്യം. കെടാത്തതും ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, 2 ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി. അപ്പോൾ വരുമെന്നുള്ളൊരു വാഗ്ദത്തം വചനം പരിശുദ്ധാത്മാവോട് പ്രവർത്തിച്ചപ്പോൾ മറിയയിൽ വിശുദ്ധ പ്രജ ഉണ്ടായി. ഇതേപോലെ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാ നിവേദനായി പരിശുദ്ധാത്മാവിനാൽ ഹേമിച്ച് പ്രസംഗിക്കുമ്പോൾ, വിശ്വാസത്തോടെ ഒരു വ്യക്തി വചനത്തെ കൈക്കൊള്ളുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വീണ്ടും ജനം നടക്കുകയായി. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം വായിച്ചേ. അവിടെ പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ വരുന്നു. റോമർ 10-ലല്ലേ 9-10 വായിച്ച്. ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എത്ര? 10-17. 10-10 വായിച്ച്. 9 വാക്യം ചേർത്ത് വായിക്കും. 9 ചേർത്ത് വായിക്കും. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും. ഇതാണ് രക്ഷയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അല്ല ഒരു സഭയിൽ ചെന്ന് ചേർന്നുകൊണ്ടോ ഒരു സഭയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടോ ആൾ കൂട്ടിയിട്ടൊന്നുമില്ല. കുറച്ച് ആളുമ്പോൾ ഒരു സഹോദരൻ ഇവിടെ സ്നാനപ്പെടാൻ വന്നു. രക്ഷയ്ക്ക് 12 രക്ഷയുടെ അനുഭവമൊക്കെ പ്രാപിച്ചു. ഞാൻ ചെയ്ത് സ്നാനപ്പെട്ടോ? ഒരിക്കൽ സ്നാനപ്പെട്ടു, പക്ഷെ അത് ഒറിജിനൽ അല്ലായിരുന്നു. ഞാൻ ചേർന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഉപദേശം ഒന്ന് പ്രസംഗിച്ചു. പുള്ളിക്ക് ആളെ കൂട്ടുന്ന പ്രസംഗിയായിരുന്നു. 10 പേരെ സ്നാനപ്പെടുത്തി ഫോട്ടോ എടുത്ത് കൊടുത്താൽ കാശ് കിട്ടും. അങ്ങനെ ഈ പുള്ളി ഒരു 10 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. പാസ് പറഞ്ഞനുസരിച്ച് വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞപ്പോൾ കാശ് കൊടുത്തു വിട്ടു. പാസ്റ്റർക്ക് കാശ് കിട്ടി. ഞാൻ പറഞ്ഞ് ഈ സ്നാനമൊന്നും ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ പുള്ളി മാനസാന്തരത്തിലേക്ക് ശരിയായി നടത്താൻ 2 വർഷം നോക്കിയിട്ടും ശരിയായി ചാകുന്നില്ല. പുള്ളിക്ക് സ്നാനപ്പെടണം. ചില ഡ്രിങ്കിങ് ഹാബിറ്റ് കളയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ശരിക്കും മാനസാന്തരപ്പെട്ടനുസരിച്ച് സ്നാനപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ന്യായവിധി തനിക്ക് ഇരിക്കുമെന്ന് പറഞ്ഞു. എനിവേ, അപ്പം വിശ്വസിക്കുകയും, മർക്കോസിന്റെ സുവിശേഷം 16 വായിക്കുമ്പോൾ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഒരിക്കലൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. ഒരു പാസ്റ്റർ ഇതുപോലെ വ്യാജ പാസ്റ്റർ, അദ്ദേഹത്തിന് കൂടെ തൻ്റെ കിച്ചണിൽ നിന്ന് പോയി, ഷെഫായിട്ട് നിന്നൊരു പോയി, ഒരു ഇസ്മായിൽ എന്ന് പറഞ്ഞൊരുത്തരായിരുന്നു. പുള്ളിക്ക് മാസത്തിൽ ഇത്ര പേര് സ്നാനപ്പെട്ടെന്നുള്ള റെക്കോർഡ് കൊടുക്കണം, എങ്കിലേ സാഹിബിൻ്റെ കാശ് വരുത്തും. അപ്പോൾ ആ മാസത്തിൽ സ്നാനത്തിന് ആൾക്കാർ കുറവാണ്. പുള്ളി എന്ത് ചെയ്തു? ഇസ്മായിൽ പറഞ്ഞു, ഞാൻ നിന്നെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്താൻ പോവാം, നീ ഇതിൻ്റെ പേര് നീ ഇസാഖ് എന്നാന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഇസ്മായിൽ എന്നുള്ള പേര് അതിനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇസാഖാക്കി മാറ്റി. അങ്ങനെ വിശ്വാസിയായി. പക്ഷേ അകത്ത് പരിവർത്തനം നടന്നില്ല. ഇപ്പം പിന്നെ അദ്ദേഹത്തിന് കൂടെ എനിക്ക് ശമ്പളം വാങ്ങിക്കുന്ന പുള്ളിക്കൊന്നും അറിയത്തുമില്ല. ഒരിക്കൽ ഗസ്റ്റ് വന്നപ്പം ഈ പാസ് പറഞ്ഞു, ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം, മട്ടൺ വാങ്ങിച്ച് സ്റ്റൂ ഉണ്ടാക്കി അല്ലെങ്കിൽ നല്ല കറി ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്കാണ് ചിക്കൻ ഇഷ്ടമല്ല, മറ്റേ പൈൽസിൻ്റെ അസുഖമുള്ളതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ പുള്ളി മട്ടൺ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ പുള്ളിക്ക് തോന്നി ഒരു കാര്യം ചെയ്യാം, ചിക്കൻ വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ചിക്കന് പേരിട്ട് നീ മട്ടൺ. ഏതാ നോക്കണം, പാസ് ചെയ്ത് പണി തന്നെ പുള്ളിയും ചെയ്തു. ചിക്കൻ വാങ്ങിച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിന് പേരിട്ട് മട്ടൺ, എന്നിട്ട് മട്ടൺ കറി വെച്ച് കൊടുത്തു. പാസ് ചോദിച്ചു, ഇതിനോട് ഞാൻ മട്ടൺ കറി, അതെ ഇത് മട്ടനാണ്, അതെങ്ങനെയാണ്? ഇടയിൽ ചിക്കൻ്റെ രുചിയല്ലേ, എനിക്കിഷ്ടമല്ലെന്ന് അറിയില്ലേ. അയ്യോ പാർഷൻ്റെ എന്നെ ഇസ്മായിലായി എന്നെ മുക്കിയിട്ട് ഇസാഖാക്കി പോലെ ഞാൻ ഈ കോഴിയെ കൊണ്ടുവന്ന് മുക്കി ആരാക്കി? മട്ടനാക്കി. ഇങ്ങനെ കുറേ അനാവശ്യ ഉപദേശിമാരും കള്ളന്മാരും
കള്ള കച്ചവടം നടത്തുന്ന കുറേ പെന്തിക്കോസിൻ്റെ ലേബിൾ ഇറങ്ങി നടപ്പുണ്ട്. യവന്മാരാണ് ഈ മാർഗത്തിൻ്റെ, ഇവനെയൊക്കെ ദൈവം തപ്പി കിടക്കുക. ഇപ്പോൾ അവസാനത്ത് ദൂതന്മാരെ അയച്ച് ഈ കളകളെല്ലാം പെറുക്കും. നോക്കണം, കോവിഡ് വന്നപ്പോൾ കുറേ അകത്തായി. ഇനി അടുത്ത പരീക്ഷ വരുമ്പോൾ ഒരെണ്ണത്തിനെ കാണത്തില്ല. സകലത്തിനെയും പെറുക്കി തീച്ചൂളയിട്ട് കളയുന്ന സമയം വരാൻ പോവുകയാണ്. അപ്പോഴാണ് ഒറിജിനൽ ആരാന്ന് അറിയുന്നത്. നിങ്ങളുടെ ഇടയിലും എൻ്റെ ഇടയിലും നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ടാകും. യഥാർത്ഥ പെന്തിക്കോസ് ആരാണ്? യഥാർത്ഥ വിശ്വാസി. അപ്പം ഇത് അങ്ങനെ വെള്ളത്തിൽ മുക്കുന്നതല്ല. മാനസാന്തരം, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിച്ച് റോമർ 10:9 വീണ്ടും വായിക്കാം. If thou shalt confess with thy mouth the Lord Jesus, and shalt believe in thy heart that God hath raised him from the dead, shalt thou be saved. From with the heart man believeth unto righteousness, and with the mouth of confession is made unto salvation. നോക്കണം, ആ സാൽവേഷൻ പ്രാപിക്കുന്നതിന് മുമ്പേ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, പാവണ്ടേറ്റ് പറയണം. ആ കൺഫെഷൻ, റിയൽ കൺഫെഷൻ, പാപത്തെക്കുറിച്ചൊരു കുറ്റബോധം, കൺവിക്ഷൻ, അതാണ് കൺവേർഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ മാനസാന്തരപ്പെട്ട് വരുന്നവരാണ് പെന്തിക്കോസ് കൂട്ടം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ പെന്തിക്കോസ് മതമാണ്. ഇപ്പം നമ്മുടെ ഇടയിൽ പെന്തിക്കോസ് മതമുണ്ട്, പെന്തിക്കോസ് മാർഗമുണ്ട്. ഇപ്പോൾ കുമളി സഭയത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ എന്തുണ്ട്? പെന്തിക്കോസ് മതക്കാരിനകത്തുണ്ട്, മാർഗക്കാരുമുണ്ട്. മാർഗക്കാരുടെ ലക്ഷ്യം മേലോട്ടാണ്, മതക്കാരുടെ ലക്ഷ്യം പ്രസ്ഥാനത്തോടാണ്. ഇത് പിടിച്ചിരിക്കുക, തങ്ങളുടെ ജീവിതത്തെ അതിനുവേണ്ടി ഒരുക്കുന്നില്ല. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വീണതിന് ശേഷം അത് വളരണം. ഒരു വാക്യങ്ങൾ വായിക്കാം, ഒരുപാട് വാക്യങ്ങൾ വായിച്ചാൽ സമയം പോലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം വായിക്കാം. ഈ വചനത്തിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. നോക്കണം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനമാണ് സൃഷ്ടിസ്ഥിതി പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും, നമ്മളങ്ങനെ പറയുന്നു. ഹിന്ദുക്കൾ കിട്ടിയ വെളിപ്പാടിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. ഇസ്ലാം മതം ഉണ്ടായതിനു ശേഷം അവരെന്ന് പറയുന്നു ലാഹ്. ലാഹ് എന്ന് പറഞ്ഞാൽ പടച്ചവൻ, അല്ലെന്ന് പറഞ്ഞാൽ ഏതായാലും കൊടുത്തിരിക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് ദൈവത്തിന് കൊടുക്കുന്ന വരുപോലെ. അത് അവരുടെ വിശ്വാസം. അത് അറബി ഭാഷയിൽ അങ്ങനെ. എബ്രായ ഭാഷയിൽ എലോഹീം, യഹോവ എന്ന് പറയുന്നത് എലോഹീം. അത് ഭാഷയിലാണ്. പക്ഷേ യഥാർത്ഥ സത്യം വെളിപ്പെടുത്തിയതാരാണ്? പിതാവിൻ്റെ മടിയിലിരുന്ന പുത്രൻ യേശു ക്രിസ്തു. അവരിലെ ദൈവിക അംശം കാണുന്നു. മറ്റ് നമ്മൾ നോക്കിയാൽ കുറ്റം പറയുകയല്ല, അവരങ്ങോട്ട് കൊല്ലാനും ഇങ്ങോട്ട് തകർക്കാനും പിന്നെ അതിനുശേഷം ബഹുഭാര്യത്വം, എന്തൊക്കെ കാര്യങ്ങളാണ്. അതൊരു മനുഷ്യൻ ഉൾക്കൊള്ളാവുന്നതാണ്. അതൊന്ന് സാമാന്യ ബുദ്ധിയോടെ നോക്കി, നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിനക്ക് തന്നെ നിന്നേക്കാൾ യോഗ്യനാണോ? അതാദ്യം ചിന്തിക്കുക. ഇത് പറയുന്നതിന് തലവെട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു തലവെട്ടിയാൽ 9 തല ഉയരും. അതുകൊണ്ട് ഞങ്ങൾ തലവെട്ടുന്നതിന് ഭയമില്ല. എൻ്റെ തലവെട്ടിയാൽ എനിക്ക് വേറെ 9 ഇവിടെ പുറകെ വരും. സത്യം പറയാൻ നമ്മൾ തലവെട്ടുന്നതാണ്. ചിന്തിച്ച് നോക്കി, നിന്റെ ദൈവം നിന്നേക്കാൾ യോഗ്യത വേണ്ടേ? ആ യോഗ്യത ഇല്ലാത്തൊരു നീ ദൈവമായിട്ട് നടന്നാൽ നീ അതിനേക്കാൾ ആവർത്തിച്ച് പോകത്തില്ലേ? അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറയുന്നത്, യേശു ക്രിസ്തു ഞാൻ മാതൃകയാക്കി. മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഡൽഹിയിലെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ്, അതല്ലേ വി.ഡി. സതീശൻ എടുത്ത് പറഞ്ഞത്. ഹൈന്ദവനായ ഞാൻ മാത്രമല്ല ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത്, എനിക്ക് പിന്നാലെ മഹാത്മാഗാന്ധി ആ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നു. ഒരു പരിധിവരെ അത്രയും ചെയ്യണ്ടേ? അപ്പം ഇവിടെ നമുക്ക് ആദിയിൽ വചനമുണ്ടായിരുന്നു. വായിക്കാം. ആ വചനം ദൈവമായിരുന്നു. അതാണ് ശാസ്ത്രജ്ഞന്മാരിപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഹോം അല്ലെങ്കിൽ ഭൂം എന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ ഭാഷയിലെ ശബ്ദത്തിൽ ആണിതെല്ലാം ഉണ്ടായത്. ബിഗ് ബാങ് അല്ലേ? ബിഗ് ബാങ് എന്ന് പറഞ്ഞ വലിയൊരു ശബ്ദത്തിലാണ്. ശബ്ദമാണ് വചനം. സയൻസ് തെളിയിച്ചില്ലേ? പണ്ട് പരിണാമം പറഞ്ഞ് അത് തെറ്റിപ്പോയി. കാരണം പരിണാമത്തിൻ്റെ ആദ്യം ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ട്. അതെവിടുന്ന് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ കാതലായ സത്യം മോണിമെൻ്റലല്ല, പള്ളികളല്ല, യേശുവിൻ്റെ വിഗ്രഹങ്ങളല്ല. അതൊക്കെ ചുമ്മാ മതം ഉണ്ടാക്കിയ കോപ്രാജ്യങ്ങളാണ്. മധ്യസ്ഥ പ്രാർത്ഥന, യേശു മാത്രം മധ്യസ്ഥനുള്ളപ്പോൾ മറ്റ് മധ്യസ്ഥന്മാരെ കയറ്റിക്കൊണ്ടുന്നത് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും. അതിനെ പ്രോത്സാഹിക്കുന്ന പുരോഹിതന്മാരോ മറ്റുള്ളവരോ
വചനം അറിയാത്തവരാണ്, അല്ലെങ്കിൽ വചനത്തെ വിശ്വസിക്കാതെ അവരുടെ മതത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്തവരാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു. വായിക്കാം. വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. ആ ബിഗ് ബാങ്ങിൽ ഈ ശബ്ദത്താലാണ് സകലം ഉണ്ടായെന്ന് പറഞ്ഞ പോലെ പൊട്ടിത്തെറിയിൽ ഒരു ശബ്ദം ആയിക്കോട്ടെ, അത്രയെങ്കിലും അവർ പറയുന്നുണ്ടല്ലോ. അവരുടെ കണ്ണിന് അത്രയെല്ലാം പിടിക്കുന്നുണ്ട്. ഈ ശാസ്ത്രിമാർ നോക്കിയിട്ട് 10,000-കണക്കിന് മെഗാ ഗാലക്സികളുടെ നക്ഷത്ര സമൂഹങ്ങൾ ആകാശത്തിങ്ങനെ നിൽക്കുക തൂക്കി. പണ്ടെടുത്ത് പറഞ്ഞ പോലെ, എൻ്റെ തമ്പുരാനെ, ഇതാരാ ഇത് ആകാശത്തിൽ കമന്നെടുത്ത് ഈ നക്ഷത്രമെല്ലാം ഒട്ടിച്ചെന്ന് ചോദിച്ച പോലെ. അവിടെ കുട്ടനാട്ടിൽ ഒരാൾ ചോദിച്ചതാണ്, കൃഷി ഉടമയോട് ചോദിച്ചു. രാത്രി പുള്ളിക്ക് ഉറക്കം വരത്തില്ല. പുള്ളി രാത്രി നോക്കി നക്ഷത്രമെല്ലാം തെളിഞ്ഞിരിക്കുന്നു. പുള്ളിയുടെ സംശയം, ഇതാരാ ഇവിടെ കൊണ്ട് നിലയൊക്കെ ഇട്ടിങ്ങനെ ഒട്ടിക്കാൻ ആരെ കൊണ്ട്? ഇടവക നിലയില്ല. അത് അങ്ങനെ മെഗാ ഗാലക്സികൾ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പോലും ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശം ഭൂമിയിൽ പതിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നക്ഷത്ര സമൂഹങ്ങൾ മെഗാ ഗാലക്സികളെ സൃഷ്ടിച്ചത് ദൈവമല്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനെ ദൈവം എന്ന് പറയുന്നത്. ഇന്ന് സൂര്യൻ ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ മനുഷ്യനുണ്ടാക്കുന്ന സിസ്റ്റം എല്ലാം പെട്ടെന്ന് പോവുകയല്ലേ. മനുഷ്യനുണ്ടാക്കുന്ന എല്ലാ സിസ്റ്റവും അല്പസമയം, പക്ഷേ ദൈവത്തിൻ്റെ സിസ്റ്റത്തിന് മാറ്റം വരുന്നില്ല. ആ ദൈവത്തെയാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. അല്ലാതെ വേറൊന്നും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്, അംശാംശമായി വെളിപ്പെടുത്തി. കൃത്യമായിട്ടും അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമായി ക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ ആ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്. സമുദായ ക്രിസ്ത്യാനിയായി ജനിച്ചെങ്കിലും മതത്തെ വിട്ട് കന്യാമറിയത്തോടുള്ള പ്രാർത്ഥനയും പുണ്യാളന്മാരുടെ പ്രാർത്ഥനയെല്ലാം വിട്ട് യേശു ക്രിസ്തുവിലേക്ക് വരാൻ കാരണം ഈ സത്യം വെളിപ്പെട്ടതുകൊണ്ടാണ്. ഞാനിന്നും ഈ പെന്തിക്കോസ് മതത്തോട് ചേർന്നിട്ടില്ലല്ലോ. ഈ പെന്തിക്കോസ് മതം എന്ന് പറയുന്നത് എനിക്ക് വിഷയമേ അല്ല. ഇതൊരു കൂട്ടായ്മയുടെ സംഘടന മാത്രമാണ്. പക്ഷേ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം, അപ്പോൾ അതാണ് ഹൃദയത്തിൽ വീഴേണ്ടത്. അതാണ് വിത്ത്. അങ്ങനെ വീട് കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടേ? വായിച്ചേ, 3-4 വാക്യം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 1:3-4. അല്ല, ഇവിടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു വിത്തിൽ ജീവനില്ലെങ്കിൽ എന്ത് ചെയ്യും? കിടക്കത്തില്ല. ഇതുപോലെ ദൈവോദരമായ വിത്തിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട്, ജീവനും വെളിച്ചവും. ഇത് രണ്ടുമല്ലേ മനുഷ്യൻ നഷ്ടപ്പെട്ടേ. ഏതൻ തോട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യം മനുഷ്യൻ്റെ അനുഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു സ്റ്റാർട്ടിങ്ങിൽ ദൈവം അങ്ങനെ ആക്കി കൊള്ളുന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ ആദാവും ഹവ്വായും ഉള്ളപ്പോൾ തന്നെ കായൽ എവിടുന്ന് കല്യാണം കഴിച്ചെന്ന് ചോദിച്ചാൽ ഇടം മരമണ്ട. ആദാമിനൊരു ഭാര്യയെ കൊടുക്കാമെങ്കിൽ പിന്നെ കായൽ ഭാര്യ കൊടുക്കുന്നിടത്ത് കായൽ പറഞ്ഞില്ലയോ, ഞാൻ പോകുന്നിടത്ത് എന്നെ കൊല്ലും. അപ്പം വേറെ മനുഷ്യരുണ്ടെങ്കിലും നമ്മൾ അന്വേഷിക്കുന്നില്ല. ദൈവം ആ കായലിന് ഭാര്യ ഉണ്ടാക്കി കൊടുക്കാൻ വല്ല കഷ്ടമുണ്ടോ? അവരെ പെങ്ങളെ കല്യാണം കഴിച്ചെന്ന് പോലെ എഴുതിയിട്ടുണ്ടോ? പെങ്ങളുണ്ടെന്ന് പറയുന്നുള്ളൂ, ഇല്ലല്ലോ. അപ്പോൾ ആദാമിന് ഭാര്യയെ കൊടുക്കാമെങ്കിൽ കായലിന് ഭാര്യയെ കൊടുക്കരുത്. ഞാനതാ വിശ്വസിച്ചിരിക്കുന്നു. തന്നെ അവിടെ വേറെ ആളുണ്ടെന്നാണ് കായൽ പറയുന്നത്. ഞാൻ പോകുന്നിടത്ത് ആളുണ്ട്, അവരെന്നെ കൊല്ലും. അപ്പോൾ ഇതെല്ലാം നീ ചിന്തിച്ച് നിൻ്റെ ഈ മൊട്ടത്തലയിലെ ഈ തേങ്ങാട് വലിപ്പം പോലും ഇല്ലാത്ത തലച്ചോറിനകത്തിട്ട് ഭാരപ്പെട്ട് കളയാതെ മോശ കൃത്യമായിട്ട് ഒരു ആരംഭം നമുക്ക് തന്നിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ ദൈവം ആകാശം സൃഷ്ടിച്ചു. അവിടെ നമ്മൾ പഠിച്ചു നോക്കേ. വേദപുസ്തകം സത്യമല്ലേ? വേദപുസ്തകം പറയുന്ന ചരിത്ര സംഭവങ്ങൾ, ചരിത്ര രേഖകൾ, ദേശങ്ങൾ, ഭാഷ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റു പല പുസ്തകത്തിൽ പറയുന്ന പോലാണോ? പുഷ്പവിമാനത്തിൽ കയറി അങ്ങനെ വന്നു, ഇപ്പുറത്തൊരു കുതിരപ്പുറത്ത് കയറി അങ്ങനെ ചാടി, ഇങ്ങനെ മനുഷ്യന് വിശ്വസിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളല്ല. ഇത് പ്രായോഗിക തലത്തിൽ മനുഷ്യൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ വചനത്തിൽ എന്തുണ്ട്? ജീവനും വെളിച്ചവും. ജീവനകത്ത് വരുമ്പോൾ മരണം നീങ്ങിപ്പോവും, വെളിച്ചം വരുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോവും. അന്ധകാരം നീങ്ങിപ്പോകാനായിട്ടല്ലേ ഈ മതങ്ങൾ പറയുന്നത്, അല്ലയോ? തമസോമ ജ്യോതിർഗമയ, ദിവാകരൻ എന്നിൽ പ്രകാശിക്കണം, അല്ലയോ? ആ ദിവംഗതനും ദിവാകരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. പുറംകണ്ണ് തുറപ്പിപ്പാൻ പുലർകാലെ അംശമാൻ, അകംകണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. അപ്പോൾ 2 കണ്ണില്ലേ? ഒന്ന് പുറംകണ്ണാണ്. അത് രാവിലെ സൂര്യൻ ഉദിച്ചെങ്കിൽ ചിലർ എഴുന്നേക്കും, അല്ലേ? ആ സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യൻ എഴുന്നേക്കുന്നു. പക്ഷേ സൂര്യനെ കൊണ്ട് അകംകണ്ണ് തുറപ്പിക്കണം. അപ്പോൾ പിന്നെ സൂര്യൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്.
പിന്നെ അന്നത്തെ അറിവിൽ മനുഷ്യൻ അങ്ങനെ ചെയ്തിരുന്നു. സൂര്യഭഗവാൻ അവൻ വെളിച്ചം തരുന്നതുകൊണ്ട് അതിനെ ഭഗവാനായിട്ട് കാണുന്നു. ദിവാകരൻ എന്നൊക്കെ പേരെ കിട്ടിയത് അതുകൊണ്ടാണ്. എന്നാൽ അകങ്ങണ്ട് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിൽ എത്തണം. പക്ഷേ ഈ ആശാനും ദൈവികമായ ജ്ഞാനമില്ലെങ്കിൽ ഈ ദിവംഗതൻ ദിവാകരൻ ദൈവികമായ വെളിച്ചം കൊടുക്കാൻ കഴിയാതെ ലോകജ്ഞാനമാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷെ അതിലും ആദ്യത്തെ അക്ഷരം ആ ഊ ഔ ദൈവിക അംശമുണ്ട്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് മനുഷ്യൻ വലിയ വിശ്വാസികളായിരുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ദൈവവിശ്വാസികളായിരുന്നു. ഇന്ന് സയൻസ് ഒരുപാട് വന്ന് മനുഷ്യൻ പ്രാകൃതമായ സയൻസിലേക്ക് പോയപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ആ ദിവ്യ തേജസ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ, അതാണ് എഫേസ്യർ 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് മനക്കണ്ണുകൾ പ്രകാശിക്കണം. അതുകൊണ്ട് യേശു ലോകത്തിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം പോകാൻ നേരത്ത്. അപ്പം ഈ വെളിച്ചമാണ് വചനത്തിൽ. ഇപ്പോൾ വചനം പ്രസംഗിക്കണം. ഗതാഗത മന്ത്രി പറഞ്ഞ പോലെ പെന്തക്കോസ്തുകാർ മാത്രമല്ല, മുഖ്യമന്ത്രി VT സതീശനെ നിർത്തരുത്. മന്ത്രിസ്ഥാനത്തൊന്നും പുള്ളി ആകെ കിടന്ന് കുഴയുക. കാരണം കൂടെയുള്ള പാർട്ടികൾ കൂടെ രാജിവെക്കാൻ വേണ്ടി പുള്ളിയെ പരിശ്രമിക്കുകയാണ്. എന്നിട്ട് അലോഷ്യസ് പറഞ്ഞൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് അതിനെക്കൊണ്ട് പൊളച്ച് വരുന്നേ ഉള്ളൂ. അതിന് മുഖ്യമന്ത്രിയെ തറയപ്പെട്ടു. ആരുടെയൊക്കെ ഹേമത്തെ ചെയ്യുകയാണ്. എൻ്റെ അലോഷ്യസേ, നീ അവസാനം നിന്നെ കാലുവാരി നിലത്തടിക്കുക, അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചു കേട്ടോ അല്ലേ? നിന്റെ പാർട്ടിക്കാർ തന്നെ കാലുവാരി നിലത്തടിക്കുന്നതിന് മുമ്പേ നീ മാമോദീസ വെള്ളം വേണമെന്നല്ലേ, കുറേയെങ്കിലും വിളിച്ച് നിനക്ക് വേണ്ടേ? അവൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഓരോന്ന് പറയാൻ തുടങ്ങി. ആരെങ്കിലും പൊക്കി വിടും, ചിലരെ സ്റ്റേജിൽ കയറ്റി പൊക്കി വിടും. പൊങ്ങി പോകരുത്, അടിയോടെ പതറും. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നീ കൂടെ ഇത് രാജിവെച്ചിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ നോക്ക്. നിൻ്റെ പേരൊരു നല്ല പേര് അലോഷ്യസ്. അവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് നിനക്കൊക്കെ നല്ലത്. 10 പേരെ മാനസാന്തരപ്പെടുത്താൻ നോക്ക്. ഇല്ലെങ്കിൽ രാഷ്ട്രീയ അവസാനം നോക്കി മുഖ്യമന്ത്രി കസേര കയറിയിട്ട് അയാളെ വലിച്ചെറിയാൻ വേണ്ടി കോൺഗ്രസ്സുകാർ തന്നെ എന്തോ ഒരു വൃത്തികേടായി കാണിക്കുന്നു. എങ്ങനെയെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് രാജ്യത്ത് നന്നാക്കി ഇവരെ കയറ്റ് വാരണം. ഇപ്പോൾ കയറ്റ് വാരാൻ പറ്റിയ ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ തന്നിഷ്ടങ്ങൾ നിവർത്തിക്കാൻ ഞങ്ങളുടെ അണികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ മുഖ്യമന്ത്രി വേണം ആവശ്യം. അതിനാണ് ഇപ്പോഴത്തെ പണികളിമാർ ചെയ്യുന്നത്. അതുപോട്ടെ, നമ്മളോട് ഉൾപ്പെട്ട കാര്യമാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഈ അലോഷ്യസിനോട് പറയാനുള്ളത്, നീ പൊങ്ങിപ്പോകരുത്. എന്നെ പൊക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറ്റി പറയും, നീ ഇത്രയല്ല ഇനി എൻ്റെ അപ്പുറത്ത് പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്ന് ഗതികേട് നിങ്ങൾക്ക് ആർക്കും പറയരുത്. നീ ഒരു നസ്രാണി ആയതുകൊണ്ട് ഞാൻ ചേർന്ന് പറയുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ വചനം ഹൃദയത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം ആ വിത്ത് വളരെ സെക്കൻഡ് പോർഷൻ ആ വിത്തിട്ടു. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനമാകുന്ന വിത്ത് വീട് ഒരു ഘട്ടം. ഇനി 2-ാം ഘട്ടം എന്ത് ചെയ്യണം? അത് വളർത്തണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കുന്നത് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വീണ് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിക്കരുത്, അത് വളരണം. എങ്ങനെ വളരും? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ക്രിസ്തുയേശു തന്നെ ക്രിസ്തു വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് അതെപ്പോൾ വസിക്കുന്നു? വചനം വിത്തായിട്ട് വീണപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ആരംഭിക്കും. അതും വചനവും ആത്മാവുമാണ്. എങ്കിലല്ലേ വസിക്കാനൊക്കത്തുള്ളൂ. വലിയ പടങ്ങൾ, വലിയ വേൾഡ് മാപ്പിംഗ് കൊണ്ട് നമ്മൾ ലാപ്ടോപ്പിൽ കാണുന്നത് മിനിമൈസ് ചെയ്ത് അതിൻ്റെ താഴത്തെ ബാറിൽ കൊണ്ടിടാം. ഒന്ന് ക്ലിക്കാക്കുമ്പോൾ കാണാം വലിയ പടം കാണുന്നത്. ഇതുപോലെ ദൈവം ആത്മാവിലും വചനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അതൊരു മിസ്റ്ററിയാണ്. അപ്പോൾ ആ വസിക്കുന്ന ദൈവം ഇനി എന്ത് ചെയ്യണം? ഈ വചനം വളർന്നുകൊണ്ടേയിരിക്കണം. 2-ാം ഘട്ടം വളർച്ചയാണ്. പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനയ്ക്കുന്നു. അപ്പോൾ ആ നനയ്ക്കുന്നതാണ് കൂട്ടായ്മയുടെ ബന്ധം, അല്ലേ? ഒരു കൃഷിക്കാരൻ കൃഷി നമ്മളുടെ ബന്ധം എന്താ? ആ കൂട്ടായ്മയാണ്. അതാണ് പൗലോസ് നിങ്ങൾ കൃഷി, ഞങ്ങൾ കൃഷിക്കാർ. അപ്പോൾ അതിനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ശുശ്രൂഷകരെ ആക്കി വെച്ചത്. നിങ്ങൾ ഉപദേശം പറഞ്ഞവരെ ശിഷ്യരാക്കണം. ശിഷ്യരാക്കിയ മാത്രം പോലെ എന്നെപ്പോലെ അവരെ ആക്കി തീർക്കണം. അതിനാണ് കൂട്ടായ്മ എന്ന് പറയുന്നൊരു കാര്യം. കൊയിനോനിയ എന്ന ഗ്രീക്ക് ഭാഷയുടെ കൂട്ടായ്മ. അതാണ് അപ്പോസ്തല പ്രവൃത്തി. സ്നാനപ്പെട്ടവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും, വായിച്ച 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും വായിക്കാം.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോയി. അപ്പോസ്തലന്മാരുടെ ഉപദേശം, അതിനാണ് ഈ അപ്പോസ്തലന്മാരെ ആക്കി വെച്ചത്. നമുക്കൊരു സ്കൂള് നടത്തണമെങ്കിൽ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ട് ആക്കുമോ? ഇല്ലല്ലോ. ഗ്രാജുവേഷൻ എടുക്കണം, പിന്നെ ഇപ്പോഴാണ് MPhil ഒക്കെ എടുക്കണം. അപ്പോൾ അതിനുള്ള അറിവുള്ളവരായിരിക്കണം. അതിനാണ് ദൈവം തൻ്റെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുമ്പോൾ അതിനുള്ള യോഗ്യത അവർ കൊടുത്ത് നിങ്ങൾ സഭയ്ക്ക് വേണ്ടി തന്നെ ജീവൻ കൊടുക്കുന്നവരായിരിക്കണം. ഈ ഉദാഹരണം പറഞ്ഞാൽ ശലോമോൻ്റെ കടൽത്തൊട്ടി അത് സഭയെ കാണിക്കുക, പിച്ചളത്തൊട്ടി സഭയെ കാണിക്കുകയാണ്. ആദ്യം പിച്ചളത്തൊട്ടി അത് ക്രിസ്തു എന്ന അടിസ്ഥാനം. പിന്നെ കടൽത്തൊട്ടിയിലേക്ക് വരുമ്പോൾ അത് 12 കാളകളിലേക്ക് പോവുകയാണ്. ആലയം, ഒന്നാമത്തെ ആലയത്തിൻ്റെ കഴുകുന്ന പാത്രത്തിന് പിച്ചളത്തൊട്ടിയാണ്. 38 പുറപ്പാട് 30-38 വായിക്കുന്നു. എന്നാൽ ശലോമോൻ്റെ കാലം വന്നപ്പോൾ ആലയത്തിൽ കടൽത്തൊട്ടിയാണ്. 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൽ ഒരു കടൽ വാർത്തുണ്ടാക്കി. 10-ലാണോ 9-ലാണോ? ആ കടലിൽ 12 കാളകളെ പുറത്താണ് വെച്ചിരിക്കുന്നത്. കാള ഇതെ കാണിക്കും, ദാസ്യത്തെ കാണിക്കുന്നു. അപ്പോൾ ദാസ്യനെ പോലെ വേല ചെയ്യുന്ന ശുശ്രൂഷകർ, തങ്ങൾ അടിമകളെ പോലെ വേല ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി മാത്രം അടിമകളെ പോലെ ദാസ്യത്വം ചെയ്യുന്ന പ്രതിഷ്ഠിക്കപ്പെട്ട കാളകളുണ്ട്. അവർക്ക് വേറെ ജോലിയില്ല. അവരെപ്പോഴും ഈ കടൽത്തൊട്ടി സഭ. അപ്പോൾ പിച്ചളത്തൊട്ടിയായ സഭ കടൽത്തൊട്ടിയായിട്ട് മാറുകയും കടൽ വെള്ളം ഇതേ കാണിക്കുന്നു. ഉപദേശത്തിൻ്റെ വിശാലതയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ആ ഉപദേശത്തിനാൽ 12 കിരീടങ്ങൾ ധരിക്കുന്ന സ്ത്രീയെ കാണുന്നു. അതാണ് അപ്പോസ്തല ഉപദേശങ്ങൾ. അതിനെന്ത് ചെയ്യുന്നു? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഇതിനകത്ത് യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല, ആത്മീക രാജ്യമാണ്. അപ്പോൾ ഇതിനെ ഐഹികമായിട്ട് ചിന്തിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരുത്തം പറഞ്ഞ പോലെ, നമ്മുടെ പ്രസംഗത്തിൻ്റെ അടിയിൽ തന്നെ ഒരു കമൻ്റ് ഇട്ട പോലെ, ഇപ്പോൾ അപ്പോസ്തലന്മാരൊന്നും ഇല്ല. കാരണം അപ്പോസ്തലന്മാരെ അടിസ്ഥാനമായിട്ട് 12 കല്ലിട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിലല്ല നമ്മളെ പണിയുന്നത്. അപ്പോൾ ഈ ഇത്രയും നാൾ പണിതതിന് ശേഷം അതിൻ്റെ മേളിൽ കൊണ്ട് നമ്മളെ പണി നോക്കുമോ? ഇത് ആത്മീയ വെളിപ്പാടാണ് ഇരിക്കുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരിലും ക്രിസ്തു വിശ്വാസ ഹൃദയത്തിൽ വസിച്ചിട്ട് ഈ അപ്പോസ്തല ഉപദേശങ്ങൾ കൊണ്ട് ഓരോ മനുഷ്യരെയും പണിയുകയാണ്. അങ്ങനെ ക്രിസ്തു പൂർണ്ണരായിത്തീരുക. അല്ലാതെ സഭയെ ഇങ്ങനെ കല്ലടക്കി വെച്ച പോലെ ഒരു കെട്ടിടം പണിയുന്ന പോലെ ഒരു ഉദാഹരണം പറഞ്ഞെന്നല്ലാതെ ക്രിസ്തുവിനെ കൊണ്ട് മൂലയിലിട്ടിരിക്കുന്നു. അവിടെ അപ്പോസ്തലന്മാരെ കൊണ്ട് 12 പേരെ അടിസ്ഥാനം വിട്ടു. അതിൻ്റെ പുറത്ത് വിശ്വാസികൾ ഓരോന്നിങ്ങനെ മത്തി അടുക്കുന്ന പോലെ അടുക്കി വെക്കുന്നതല്ല. ഇതിൻ്റെ ആത്മീയ വെളിച്ചപ്പെട്ട് ഓരോ വിശ്വാസിയിലും ക്രിസ്തു വർദ്ധിക്കണം. ഓരോ വിശ്വാസിയിലും അപ്പോസ്തല ഉപദേശത്തിൽ വളർന്ന് ക്രിസ്തുവിന് തലയായിത്തീരണം. അതിനാണ് ഈ ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ. വായിക്കാം. ഇത് കെട്ടിടം പണിയോട് യുക്തമായ പണി എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തിയിൽ പണി തീർന്നു. ആ 1-ാം നൂറ്റാണ്ടിലെ പണിയുടെ ബാക്കിയല്ല ഇത്. ഇതങ്ങനെ സഭയുടെ ഓരോ വ്യക്തികളിലാണ് ഈ പണി. അതാദ്യം മനസ്സിലാക്കിക്കോണം. കൂട്ടമായിട്ട് ഇങ്ങനെ പണി നോക്കുകയല്ല. ഇവിടെ ഇരിക്കുന്ന ഒരു വിശ്വാസിയിലാണ് ഈ പണി, എന്നിലാണ് പണി. അപ്പോൾ ക്രിസ്തു മൂലക്കല്ലായിട്ട് നമ്മൾ അതിൻ്റെ അർത്ഥം ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനം പണിതിരിക്കുന്നു. പിന്നെ വളരും. അപ്പോൾ വിശുദ്ധ മന്ദിരമായി വളർന്നു പറഞ്ഞാൽ കെട്ടിടം പണി പോലെ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതായത് യേശു ക്രിസ്തു മൂല കിടക്കുന്നു, അപ്പോസ്തലന്മാരെല്ലാം അടുക്കി കല്ലുകളെ പോലെ മെയിൻ കല്ലുകളാക്കി വെച്ച് അതിന് പുറത്ത് വിശ്വാസികളെ പണിയുന്നതല്ല ഇതിൻ്റെ അർത്ഥം. ഓരോ വിശ്വാസിയിലും ക്രിസ്തു അടിസ്ഥാനമായിട്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ മനസ്സിൽ കിടക്കണം. അതിന് മേളിൽ അപ്പോസ്തല ഉപദേശങ്ങളിൽ പണിതു വരണം. അത് പൂർണ്ണമായി തീരണം. അത് മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യർ 3:17 വായിച്ചാൽ മനസ്സിലാകും. വായിച്ചേ. ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിന്. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലാണ്. ഇത് സഭയെന്ന് പറയുന്ന ഒരു സഭയുടെ മൂലം ക്രിസ്തു കിടക്കുന്നു. ബാക്കി ആവോള അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാരെ കൊണ്ട് പണിയുന്ന അങ്ങനെയല്ല, ഓരോ വ്യക്തികളിലാണ്. ഇത് വ്യക്തികൾ ഉണ്ടാക്കുന്ന പണികളാണ്. വ്യക്തികൾ കൂടുന്നതാണ് സഭ. അതേ ഗ്രേഡിലുള്ള വിശ്വാസികളാണ് പിന്നെ സഭയായിട്ട് വരുന്നത്. വിശ്വാസികൾ ഹൃദയത്തിൽ വസിക്കേണ്ടതും സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അപ്പൊ ഇത് ഓരോ വിശ്വാസിയായിട്ട് എടുക്കും. നിങ്ങൾ പെന്തിക്കോസ്ത് സഭ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം. കോവിഡ് കാലം നമ്മൾ കണ്ടില്ലേ? നിങ്ങളാണ് സഭ. നിങ്ങൾ ഓരോ വ്യക്തിയാണ് സഭ. നിങ്ങളാണ് മണവാട്ടി. നിങ്ങളാണ് തിരുസഭ.
അല്ല ഞങ്ങൾ ഒരു ലിസ്റ്റ് പഠിച്ച് കുറേ ഫാമിലിയുടെ പേരും എഴുതി കുടുംബങ്ങളുടെ പേരും എഴുതിയിട്ട് ലിസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ സഭയെന്ന് പറഞ്ഞാൽ സഭയാകത്തില്ല. ഈ അനുഭവം നിനക്കുണ്ടെന്ന് ഈ സഭയാണ്. അല്ലെ പെന്തിക്കോസ്ത് മിഷൻ സഭയുടെ അങ്ങ് IPC സഭയാകാം, പക്ഷേ ക്രിസ്തുവിൻ്റെ സഭയല്ല. ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ യോഗ്യതയാണ് ഈ പറയുന്നത്. അപ്പോൾ ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു, വചനമായും ആത്മാവായും. അതിനുശേഷം ആ ക്രിസ്തു നിങ്ങളിൽ വളരണം. ക്രിസ്തു ഈ ലോകത്തിൽ അല്ലെങ്കിൽ വളർന്നു പോലെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. എങ്ങനെ വളരും? എങ്ങനെ വളരണ്ടേ? ഇവിടെ വായിച്ചു, ക്രിസ്തു അടിസ്ഥാനമായ വിശ്വാസം വസിക്കുന്നു, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിൽ പണിയുന്നു. അല്ലേ? അതിൻ്റെ മറ്റൊരു വേർഷനാണല്ലോ എഫേസ്യർ 4 വായിച്ചേ, 4:11 വാക്യം പോലെ വായിച്ചേ. അവർ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചു. അപ്പൊ അതിലൊരു വിഭാഗമേ ഉള്ളൂ പാസ്റ്റർമാരെന്ന് പറയുന്നത്. ഈ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്ന ഒരർത്ഥം കേട്ടോ. അപ്പോസ്തലന്മാരെന്ന് പറയുന്നവർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമുള്ളവരാണ്. അവർ സഭയിൽ വരുമ്പോൾ ഈ പറഞ്ഞ ഏടാകൂടങ്ങളെല്ലാം മാറ്റി ക്രിസ്തുവിലേക്ക് പിടിച്ചുകൊണ്ട് വരും. ഗ്രൂപ്പിസമൊക്കെ മാറ്റി പൗലോസിൻ്റെ പക്ഷം, അപ്പോലോസിൻ്റെ പക്ഷം, സമുദായ പക്ഷമൊക്കെ മാറ്റിയിട്ട് വീണ്ടും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരും. അവരാണ് അപ്പോസ്തലന്മാർ ദർശനമുള്ളവർ. എന്നാൽ ഇടയൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സ്നേഹത്തോടെ പരിപാലിച്ചുകൊണ്ട് പോകും. അപ്പോസ്തലന്മാർക്ക് ഇടയത്തിൻ്റെ ആത്മാവുണ്ട്. ഒരു സുവിശേഷകനാണ് നിങ്ങളുടെ സഭയിൽ വരുന്നെങ്കിൽ ആ പുള്ളി സഭയല്ല ശ്രദ്ധിക്കുന്നത്, ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കും. എവിടെ ദേശത്തെല്ലാം ഓടി ട്രാക്ട് കൊടുത്ത് ആത്മാക്കളെ നേടാൻ നോക്കും, എങ്ങനെയെങ്കിലും ഒരുത്തരെ പിടിച്ചിനകത്തിലാന്ന് നോക്കും. അത് സുവിശേഷകൻ്റെ ആത്മാവ്. ജൈവോയ് പാസ്റ്റർക്ക് സുവിശേഷകൻ്റെ ആത്മാവുണ്ടായിരുന്നു, തനിക്കൊരു പാസ്റ്റർഷിപ്പിൻ്റെ ആത്മാവുണ്ടായിരുന്നു. പിന്നെ ഉപദേഷ്ടാവിൻ്റെ ആത്മാവുള്ളമെന്ന് വചനം നന്നായിട്ട് പഠിപ്പിക്കും, ഗ്രാഹ്യമായിട്ട് തെളിവായി പഠിപ്പിക്കും. ആ വെളിയില്ലാത്ത വന്ന വചനം പഠിപ്പിച്ചാൽ മനസ്സിലാകത്തുമില്ല, അവരും അറിയത്തില്ല. പക്ഷേ ചിലപ്പോൾ സുവിശേഷകനായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായുള്ള ശുശ്രൂഷകൾ കർത്താവ് തൻ്റെ ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. എന്നാൽ 5 ശുശ്രൂഷയും ചെയ്യാം. സമയാസമയങ്ങളിൽ ഈ 5 ശുശ്രൂഷകൾ ഏറ്റെടുത്ത് ചെയ്യാം. ചിലപ്പോൾ ബാങ്കിലെ മാനേജര് ക്ലർക്കില്ലാത്ത സമയത്തിൽ ക്ലർക്കിൻ്റെ പോസ്റ്റിൽ ഇരിക്കില്ലേ, ക്യാഷ്യറിൻ്റെ പോസ്റ്റിൽ ഇരിക്കത്തില്ലേ, അത് ചെയ്യാം. ഇതൊന്നും സാധാരണ പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല, ഡീപ്പായിട്ട് ആത്മീയത്തിൽ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇനി എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള അപ്പോസ്തലന്മാരെ നിയമിച്ചതിന് എന്തിനു വേണ്ടിയാണെന്ന് ആദ്യം ചിന്തിക്കണം. കുറേ ആത്മാക്കളെ പേര് കുറേ കല്യാണം നടത്തി, കുറേ ചത്തവരെ കുടിച്ചിട്ട്, പിന്നെ കുറച്ച് കാശും പിരിച്ച് ഒരു കെട്ടിടം പണിത്, അല്ല 50 സെൻറ്റ് സ്ഥലവും വാങ്ങിച്ച് കപ്പ കൃഷി ചെയ്യുന്ന വഴി കണ്ടില്ല. അതൊക്കെ സൈഡ് ചെയ്യുന്നത് ചെയ്തോട്ടെ. പക്ഷേ ഇത് അതിനു വേണ്ടിയല്ല. അത് നാം എല്ലാവരും വായിച്ചേ. എഫേസ്യർ 4:12 ഇതിൻ്റെ ഉദ്ദേശം നാം എല്ലാവരും ആഗോള അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ, ഈ സത്യത്തെ കൈക്കൊണ്ടവർ എന്തായി മാറണം? അതെല്ലാവരും ഒരേ വിശ്വാസത്തിലും വായിക്കാം. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ഐക്യം, ഇതാണ് സഭയുടെ ഐക്യം എന്ന് പറയുന്നത്. അല്ലാതെ സ്റ്റേജിൽ കയറി IPCയും ചർച്ച് ഓഫ് ഗോഡും TPM CPM ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഐക്യമാണെന്ന് പറഞ്ഞാൽ അവന്മാരിങ്ങോട്ട് ഇറങ്ങണ്ട, അതിനൊക്കെ തല്ലി പിരിയുകയും ചെയ്യും. നിന്റെ മനസ്സ് ഈ പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും വിശ്വാസത്തിലും ഐക്യപ്പെടുന്നതാണ് സഭയെന്ന് പറയുന്നത്. അപ്പോൾ TPക്കാർ സഭയെന്ന്, കർത്താവിൻ്റെ സഭയെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ? ഇവിടെ എത്ര എണ്ണത്തിൽ ഇന്നും അടിസ്ഥാന ഉപദേശം പോലും അറിയത്തില്ല. TPMൽ തന്നെ ജാതി വ്യത്യാസമുള്ളവരുണ്ട്, ഭാഷ വ്യത്യാസമുള്ളവരുണ്ട്, വേലക്കാരിലുണ്ടല്ലോ. പിന്നെ കർത്താവിൻ്റെ സഭയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട്. പിന്നെ ഈ പെന്തിക്കോസ്ത് മിഷൻ്റെ അംഗമാണെന്നുള്ളതേ ഉള്ളൂ. ദൈവസഭയുടെ അംഗമാകണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലും അറിവിലും ഒന്നാക്കപ്പെടണം. വായിച്ചേ. വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുമ്പോഴും നോക്കണം. വിശുദ്ധന്മാരായാലും പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ നമ്മളെല്ലാം വിശുദ്ധന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നല്ലേ, കൊലോസ്യ സഭയിലെ വിശുദ്ധന്മാർ. അത് ശരിയാണ്. വിശുദ്ധിയുടെ ആത്മാവിനെ പ്രാപിച്ചവർ വിശുദ്ധന്മാരാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെല്ലാം വിശുദ്ധന്മാരുടെ സംഘമാണ്. BA പഠിക്കുന്നവരെന്ന് പറയും അവൻ BAയിലാന്ന് പറയും. ഫസ്റ്റ് BA, സെക്കൻഡ് BA ആണ്, പക്ഷേ പൂർണ്ണനായില്ല എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന് രക്ഷിക്കപ്പെട്ടവരൊക്കെ വിശുദ്ധന്മാരാണ്. വേലക്കാരും വിശുദ്ധരാണ്. പക്ഷേ യഥാസ്ഥാനപ്പെടണം. വിശുദ്ധന്മാർ യഥാസ്ഥാനപ്പെടണം. ആ യഥാസ്ഥാനപ്പെടുന്നത് അറിവിലും വിശ്വാസത്തിലും വളരുന്നതോടൊപ്പം തന്നെ ചില പ്രാകൃത ചിലർക്ക് മുൻകോപം കാണും, മാറുന്നില്ല. ചിലർക്ക് ചില ദിവ്യാഗ്രഹം കാണും, ഭക്ഷണപ്രിയം കാണും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ജാതി സ്പിരിറ്റ് മാറുന്നില്ല, ഭാഷാ സ്പിരിറ്റ് മാറുന്നില്ല. ഇതെല്ലാം മാറി
ക്രിസ്തുവിൽ യഥാസ്ഥാനം തലയോളം വളരെ തലയെന്ന് പറഞ്ഞാൽ അവൻ്റെ വിസ്റ്റം, അവൻ്റെ ജ്ഞാനം. യേശു ക്രിസ്തുവിനോട് വായിക്കുമ്പോൾ ക്രിസ്തു 7 തലയും 7 കൊമ്പും 7 കണ്ണുള്ളവനാണ്. അപ്പോൾ ആ പെർഫെക്ഷനിൽ എത്തുന്നവരാണ് മണവാട്ടി എന്ന് പറയുന്നത്. അല്ലാതെ കാഹളം നിൽക്കുമ്പോൾ താറാവിനെ അടിച്ചു വരുന്ന പോലെ എല്ലാ TPMകാരും പോകുന്നു വിചാരിക്കരുത്. ഞാനാണെങ്കിലും ഭയപ്പെടുക, അധികം എത്തിയോ നോക്കിക്കൊണ്ടിരിക്കുക, അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പെന്തക്കോസ്തുകാരും കർത്താവരും പോകത്തില്ല, TPMകാരും പോകത്തില്ല. പോകണമെങ്കിൽ അവർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിൽ വളർന്നവരായിത്തീരണം. എന്നാൽ അടുത്ത ചാൻസോടെ രക്തസാക്ഷിയാകാൻ പുതിയ ഭൂമി പോവാം, പക്ഷെ മണവാട്ടിയായി തീരത്തില്ല, ക്രിസ്തുവിൻ്റെ കാന്തയായി തീരത്തില്ല. വായിക്കാം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ട് അതുകൊണ്ടാണ് പാസ്റ്റർ MJ മാത്യു പറയും കർത്താവിൻ്റെ വരവിൽ വിശുദ്ധന്മാർ കൈവിടപ്പെട്ടു പോകും. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ജോസഫ് പൊട്ടിച്ചാൻ ചാടി ബഹളം ഉണ്ടാക്കി. പിന്നെ ആരാടുത്തു കോട്ടയത്ത് വെച്ച് പാസ്റ്റർ MJ എബ്രഹാം വിശുദ്ധന്മാരെല്ലാം കൈവിടപ്പെട്ടു, TPMലെ വിശുദ്ധന്മാരെല്ലാം കൈവിടപ്പെടുമെന്ന് പറഞ്ഞു. ജോസഫ് പൊട്ടിച്ചാൻ ചൂട് കയറി. എന്തോ വെച്ചാൽ ഈ പറയുന്നത് ചോദിക്കുന്നു. അപ്പോൾ വിശുദ്ധന്മാരെടുത്തോളപ്പെട്ടില്ല, പിന്നെ ആരെടുക്കുന്നത് ചോദിച്ചു. എടാ അടങ്ങടാ, വിശുദ്ധന്മാരെവിടെ കാണുന്നത്? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും. അപ്പോൾ TPMലെ എല്ലാ വിശുദ്ധന്മാരും കർത്താവിൻ്റെ വരവ് കൈവിടപ്പെട്ടു പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ആരെ എടുക്കപ്പെടുന്നത്? വായിച്ചേ 13-ൽ 10. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും മൃഗത്തിൻ്റെ പഠിക്കുക. റീഡ് ഇൻ ഇംഗ്ലീഷ്. He that leadeth into the captivity Ah. shall go into the captivity. He that killeth with the sword must not kill with the sword. Here is the patient, and here is the faith of the saints. വിശുദ്ധന്മാരുടെ വിശ്വാസവും സാക്ഷ്യതയും കൊണ്ട് ആവശ്യം. മലയാളത്തിൽ വായിച്ചേ. അപ്പൊ ഇവിടെ മൂക്കിന്റെ മുമ്പത്തെ കോപം. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ സാവകാശമില്ല, പെട്ടെന്ന് കോപം വരിക. മനസ്സിലാവുന്നു? ആ വിശുദ്ധന്മാരെല്ലാം അന്ത്യക്രിസ്തുവിൻ്റെ പിന്നിൽ 3.5 വർഷം ട്യൂട്ടോറിയൽ കോളേജിൽ പോയി പഠിക്കണം. ഞാനായാലും അതുകൊണ്ടാണ് ഇത് വളരെ ഭയത്തോടെ പോകേണ്ട വിഷയമാണ്. വിശ്വസ്തരല്ല, പണത്തിൽ വിശ്വസ്തരല്ല, ദൈവത്തോട് വിശ്വസ്തരല്ല, കൊടുക്കവാങ്ങൽ വിശ്വസ്തരല്ല, അടുത്ത വിശ്വാസിയോട് വിശ്വസ്തരല്ല, അടുത്ത അയലോക്കാരോട് വിശ്വസ്തരല്ലെങ്കിൽ ഇവിടെ കിടക്കും. തെത്തരമുത്തര പറഞ്ഞോളൊന്നും കാര്യമില്ല കേട്ടോ. കൈ ഇങ്ങനെ ഇട്ടിട്ടടിച്ചിട്ട് കാര്യമില്ല, ഇവിടെ കിടക്കും. പിന്നെ ആൾക്കാരൊന്നും അടി കൊടുക്കും. പോയില്ലേടാ, അന്നാ പിടിച്ചോളാൻ പറയും കേട്ടോ, സൂക്ഷിച്ചോണം. അതുകൊണ്ട് എങ്ങനെയും വല്ലവിധേനയും മരിച്ചോടുന്ന. അപ്പോൾ ഈ പെർഫെക്ഷൻ ഇംഗ്ലീഷ് വായിച്ച് എഫേസ്യർ വായിക്കുമ്പോൾ പെർഫെക്ഷൻ ഓഫ് ദി സെയിൻസ് 4-ന്റെ അവസാനത്ത് വായിക്കും. ഇംഗ്ലീഷ് വായിക്കും. വിശുദ്ധന്മാർ യഥാസ്ഥാപനം എന്ന് പറയുമ്പോൾ പെർഫെക്റ്റിംഗ്. ഇല്ലില്ല, ലാസ്റ്റ് അത് മാത്രമായിരുന്നു പെർഫെക്റ്റിംഗ് ഓഫ് For the perfection of the saints. പെർഫെക്ഷൻ ഓഫ് ദി സെയിൻസ്. അതുകൊണ്ട് TPMലെ സുവിശേഷ വേലക്കാരായ വിശുദ്ധന്മാരായാലും ചെറിയ കുഞ്ഞു വിശുദ്ധനായാലും ശരി, പൂർണ്ണപ്പെടാതെ എന്തെങ്കിലും ഒരു സ്വഭാവങ്ങൾ ബാലൻസ് കിടന്നാൽ എതിർ ക്രിസ്തുവിൽ രക്തസാക്ഷിയാകാൻ 2ാം ഗ്രേഡിലേക്ക് പോകും. ഇപ്പോൾ ഇംഗ്ലണ്ടിന് ലൂസേഴ്സ് ഫൈനൽ ജയിച്ച പോലെ അല്ലയോ? എല്ലാം ഫസ്റ്റിലേക്ക് വരാൻ എത്രണ്ണം വന്നു തട്ടി. ഫ്രാൻസുകാർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലയോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാനൊന്നും കാണുന്നതല്ല, വായിച്ചാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഫ്രാൻസുകാർ നിസ്സാരമായിട്ട് തോന്നിയ ഇംഗ്ലീഷുകാരെ നിസ്സാരമായിട്ട് ജയിക്കാം, അവന്മാർ ജയിച്ചുകൊണ്ട് പോയി. അപ്പോൾ 2nd ഗ്രേഡിലേക്ക് വരാം, 3ാമത്തെ പോസ്റ്റ്. ഇനി സെക്കൻഡ് ആരാ വരാൻ പോകുന്നത് നാളെ അറിയാമല്ലോ. അർജൻറ്റീന ആണോ മറ്റവനാണോ എന്ന് ഇതുവരെ അറിയാം. അപ്പോൾ അവസാനം ഒരാൾ, ഒരു ഗ്രൂപ്പ്, ബാക്കി 3 ഗ്രേഡാണ്. സെക്കൻഡ് അർജൻറ്റീന ആണെങ്കിൽ 3rd ആയിരിക്കാം, മേ ബി 3rd ആരായിരിക്കും? ഇംഗ്ലണ്ടുകാർ. 4ാമത്തെ പോയി, അത് ലിസ്റ്റ് ചെയ്തില്ല. അതാണ് പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം. അപ്പം മണവാട്ടിയായി തുടങ്ങി പെർഫെക്റ്റിംഗ്, ആ പൂർണ്ണതയുടെ കളിയായിരിക്കും. ആ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം. അവിടെ നമ്മളെ ചില പ്രാകൃത സ്വഭാവങ്ങളിട്ടില്ല, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അതുകൂടെ മാറ്റിയില്ലെങ്കിൽ അവരെടുക്കപ്പെടില്ല. കാരണം അവിടെ എന്തോ എങ്ങനെയുള്ളതാണ്, യാതൊരു അശുദ്ധിയും അവിടെ പ്രവേശിക്കുകയില്ല. അവിടെ പ്രവേശിക്കാത്തത് പുതിയ യെരൂശലേമായി മാറണമെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിന് വരം നൽകണം. ഒന്നുകൂടെ വാക്യം വായിച്ച് എഫേസ്യർ 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൊന്നും കേട്ടോ. വേരുണ്ടോ?
ഞാൻ ചോദിച്ചു, കുറേ മനുഷ്യർക്ക് പേരില്ലെന്ന് പറഞ്ഞു. മനുഷ്യർക്കില്ല, വിശ്വാസിക്ക് പേരുണ്ട്. അവൻ്റെ പേരെന്താ? പേര് പാദത്തിന് കീഴെയല്ല, അല്ല സീറ്റിൻ്റെ ഭാഗത്തല്ല, പിന്നെ ഇവിടെ മനസ്സിലാണ് പേര്. എന്താ ഈ പേര്? അംബീഷൻ, ഒരു കാര്യത്തിലുള്ള അത്യാഗ്രഹം. അതാണ് നടത്തുന്നത്. എനിക്കൊരു വീട് വെക്കണം. അവനെ ആഗ്രഹിച്ച് പരിശ്രമിച്ചാൽ വീട് വെക്കും. എനിക്ക് IAS കാരനാവണം, അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് അവന് കിട്ടും. അതിനാണ് അംബീഷൻ എന്ന് പറയുന്നത്. കുട്ടികളോട് ചോദിക്കത്തില്ലേ സ്കൂളിൽ വെച്ച് ടീച്ചർമാർ, വാട്ട്സ് യുവർ അംബീഷൻ? ഡോക്ടറാണ്, പോലീസാകണം, ഇല്ലയോ? ഓരോന്ന് പറയത്തില്ല. അപ്പോൾ അതിന് തന്നെ വേണ്ടി നമ്മൾ പ്രോത്സാഹിച്ച് മുമ്പോട്ട് കിട്ടും. ആ ഡിസയർ, ആഗ്രഹം, നമ്മുടെ ആഗ്രഹം, അംബീഷൻ, പിന്നെ തേസ്റ്റ്, അതിനുള്ള ദാഹം. ഇതാണ് പേരെന്ന് പറയുന്നത്. ആ പേര് സ്നേഹത്തിൽ വേരൂന്നണം. അത് ഏത് സ്നേഹമാണ്? മാനുഷ്യ സ്നേഹമല്ല. ഇവിടെ മാനുഷ്യ സ്നേഹം നമ്മുടെ ഇടയിലുണ്ട്, അപ്പൻ, അമ്മ, മക്കള്, കുഞ്ഞുങ്ങള് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതല്ല, ദൈവസ്നേഹം. റോമർ 5:5 വായിച്ച്. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ആ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ വരുമ്പോഴാണ് ഈ പെന്തിക്കോസുകാരുടെ സ്നേഹം വരുന്നത്. അല്ലാതെ നിങ്ങളുടെ എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം വരുമ്പോൾ മാറിപ്പോകും. പലർക്കും ആ സ്നേഹമില്ല, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന്. ആദ്യ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന സ്നേഹം വരുമ്പോഴാണ് വീട് വിടുന്നു, കൂട് വിടുന്നു, പാവം വേണ്ട, സിനിമ വേണ്ട, മദ്യം വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്നു. ആ സ്നേഹം വീണ്ടും പ്രാപിച്ചോളും. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നണം. അവിടെ നിന്ന് വളർന്ന് സ്നേഹത്തിലാണ് ഇതെല്ലാം. ദൈവരാജ്യം എന്ന് പറഞ്ഞ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് നീളം, വീതി, ആഴം, അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിച്ച നീളം, വീതി. നോക്കണം, സകല വിശുദ്ധന്മാരോട് കൂടി ഗ്രഹിക്കുന്നത് ആരുടെ നീളമാണ്? സഭ വരുന്ന ഉപദേശിയുടെ നീളവും വീതി അളക്കുകയല്ലേ കേട്ടോ. ചിലരുടെ പണി ഇതാണ്. സഭയിൽ വരുന്ന ഉപദേശിയുടെ നീളവും വീതി അളന്നവരുടെ കാലം കഴിയും. ഏതാ എന്നാൽ അളക്കാൻ നോക്കും, അതുമില്ല. പണ്ട് കഥകളി കാണാൻ പോയ പോലെ ഒരു നമ്പൂതിരി കഥകളി കാണാൻ പോയപ്പോൾ ഒരു നായരച്ഛനെ വിളിച്ചു, നീ വരുന്നോടാ? ആ പോയേക്കാന്ന് പറഞ്ഞു. ഈ നമ്പൂതിരിക്ക് നല്ലോണം കഥകളി അറിയാം. നായരും കൂടെ കഥകളി കാണാൻ പോയി. രണ്ടും കൂടെ കഥകളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്പൂതിരി നോക്കുമ്പോൾ ഈ നായർ ഇമ വെട്ടാതെ, കണ്ണിമ വെട്ടാതെ ഈ കഥകളിക്കാരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം കഥകളിക്കാരനെ നമുക്കറിയാമല്ലോ, കണ്ണങ്ങോട്ട് എലിപ്പി, ഇങ്ങോട്ട് എലിപ്പി, മേലോട്ട് എലിപ്പിക്കും. കണ്ണിലാണല്ലോ പരിപാടി, കണ്ണും കവളിലുമാണല്ലോ. അപ്പോൾ ഇവൻ ഇത് ഇത്രയും സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്പൂതിരി വിചാരിച്ചിട്ട് ഇവൻ എന്നെക്കാൾ കളി അറിയാം, അതാണ് ഇത്രയും സൂക്ഷ്മതയോടെ ഇരിക്കുന്നത്. കളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേ നമ്പൂതിരി ചോദിച്ചാൽ, നീ ഇത്രയും അറിയാഞ്ഞിട്ടാണ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. നീ കഥകൾ ശരിക്കും ആസ്വദിച്ചല്ലേ? എനിക്ക് പോലും അത്ര ആയിരുന്നു പറഞ്ഞു. അവൻ പറയാം, ഞാൻ അതൊന്നുമല്ല ശ്രദ്ധിച്ചത്. ആ കഥകളിക്കാരൻ്റെ മുഖത്തൊരു പച്ചക്കുത്ത് കുറേ ഉണ്ടായിരുന്നു. ഇതെത്രയൊന്ന് എണ്ണിയെടുക്കാൻ ഞാൻ നോക്കുകയായിരുന്നു. ഞാൻ ഒന്ന് എണ്ണി വരുമ്പോൾ അങ്ങോട്ട് തട്ടും, ഇങ്ങോട്ട് തട്ടും. എൻ്റെ നമ്പൂതിരി ഇന്ന് അവസാനം വരെ എണ്ണാനൊത്തില്ലെന്നാവും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പെന്തിക്കോസ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചക്കുത്ത് എണ്ണാൻ പോയാൽ നിൻ്റെ ആയുസ് വെറുതെ കളയാവുന്നുണ്ടോ? വരുന്ന ഉപദേശിയുടെയോ ഉപദേശിമാരുടെയോ പച്ചക്കുത്ത് എണ്ണാൻ പോയാൽ നിൻ്റെ ലൈഫ് സ്പോയിലാകും. സഹവിശ്വാസിയുടെ പച്ചക്കുത്ത് എണ്ണാൻ അല്ല, കഥകളി പഠിച്ചിട്ട് ഇത് ആസ്വദിക്കുക. ദൈവരാജ്യത്തിൻ്റെ ആസ്വദനം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല, ഇല്ലയെന്നല്ല, അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. ഞാൻ ഇടയ്ക്ക് എന്തിനാ എക്സാമ്പിൾ എന്ന് പറയുന്നത്, പ്രസംഗം നീണ്ടു പോകുമ്പോൾ ഇടയ്ക്ക് ചില കഥകളിടുമ്പം ഈ ചില കേൾവിക്കാർ ഈ കഥ ഇഷ്ടപ്പെടുന്നത് തിരിച്ച് ഫോണിൽ വിളിക്കും, അയ്യോ ആ കഥ വളരെ ഇഷ്ടപ്പെടുന്നു പറയും. അവൻ പ്രസംഗം കേട്ടിട്ടില്ല, അവൻ ഈ പച്ചക്കുത്തി വരുന്നവൻ ഏതാ. കുറേ പേര് ഇങ്ങോട്ട് വിളിക്കുക, അച്ഛാ ആ എക്സാമ്പിൾ ഭയങ്കരമാണെന്നാണ്. അപ്പം അങ്ങനെ ആകരുത്. വായിച്ചേ, നീളവും ആരെ പഠിക്കണം? കൊലോസ്യർ 1:28 അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനും TPM-ലായി തീരാവുന്നതല്ല. TPM-ലെ വിശുദ്ധന്മാരെ ക്ലാവ് പിടിക്കാനല്ല, പിന്നെന്തുവാ? ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആയിട്ട് മാറണം. ആരാ ക്രിസ്തു? 1 കൊരിന്ത്യർ 1:24 3 ഭാഷയിലും പഠിക്കുക. മലയാളം, തമിഴ്, ഇംഗ്ലീഷ്. 1 കൊരിന്ത്യർ 1:24. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. അപ്പൊ ക്രിസ്തു ആരാ?
ദൈവത്തിൻ്റെ പവർ ആൻഡ് വിസ്ഡം. വൈര് But unto them which are called both Jews and Greek, Christ the power of God and the wisdom of ക്രൈസ്റ്റ് ദി പവർ ഓഫ് ഗോഡ് ആൻഡ് വിസ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ അറിയും തോറും ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കും. ഈ ശക്തിയാണ് ഈ പ്രാകൃത ശരീരത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്. ആ ജ്ഞാനമാണ് 1000 വർഷ ഭരണവും നിത്യതയിലും വാഴാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നതാണ്. അല്ല പെന്തിക്കോസ് ഒന്ന് കൈയടിച്ചുകൊണ്ടാകുന്നില്ല, ഇവിടെ വന്ന് മമത കൂടിയുള്ള കാര്യമാകുന്നില്ല. ഇതിൽ വളരണം. അതിനാണ് ബൈബിൾ ക്ലാസ് കാത്തിരിപ്പ്. ഇതൊന്നും വേണ്ടല്ലോ ചിലർക്ക്. അവർ ഈ മതത്തിൻ്റെ ആളുകളായതുകൊണ്ടാണ് ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. അവർക്ക് ഇതൊന്നും കേൾക്കണ്ട, കൺവെൻഷനൊക്കെ ഇഷ്ടമാണ്, ഇഷ്ടയോ ട്രാക്ട് കൊടുക്കാനും പോകും, പക്ഷേ അനുഭവമില്ല. പക്ഷെ അതല്ല, ഇനിയെങ്കിലും വളരാൻ നോക്കിയോ. അപ്പം ക്രൈസ്റ്റ് ദി പവർ ഓഫ് ഗോഡ് ആൻഡ് തമിഴ് പഠിച്ച് അപ്പൊ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാ? സമുദായക്കാരും ഒക്കെ പോലെ ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് പോയി ആരാധിക്കാനല്ല. അതൊക്കെ അജ്ഞതയാണ്. ഇവർ വലിയ പഠിത്തമുള്ളവരാ, പക്ഷേ സമുദായക്കാർ അച്ഛന്മാരും കന്യാസ്ത്രീ എന്തോ ഒരു പഠിപ്പുള്ളവരാ. മുദ്രാനെ കണ്ടിട്ടില്ലയോ? യാക്കോബായാലും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവർ പള്ളിയിൽ വിഗ്രഹത്തിൽ യേശുവാന്ന് കാണിച്ചു കൊടുക്കുകയാണ്. യേശു ക്രിസ്തു ആ വിഗ്രഹത്തിൽ ഒതുങ്ങുന്നതല്ല, അവൻ പവർ ആൻഡ് വിസ്ഡം. അപ്പം നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കുറയ്ക്കുന്നവർ നമ്മുടെ പവർ കൂടും, പിന്നെ ജ്ഞാനം കൂടും. ഈ ജ്ഞാനത്തിനും പവറിലും വരുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ തികവിലേക്ക് വരുന്നത്. ആ വളവിലേക്ക് വരുമ്പോൾ അവൻ്റെ നീളം, വീതി, ആഴം, ഉയരം, ഇതാണ് മണവാട്ടി. ആ മണവാട്ടിയാണ് വെളിപ്പാട് 21-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങൾ കാണുന്നു. ഒരു പൊന്നുകൊണ്ട്, ഒരു അളവുകോൽ കൊണ്ട് ഇതിനെ അളന്നു. ആരെയാ? സഭയെ. ഈ സഭയെന്ന് പറഞ്ഞ് നിങ്ങൾ പൊതുവായി കാണരുത്. നിങ്ങൾ ദീപന്തിക്കോസ് മിഷനെ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദീപന്തിക്കോസ് മിഷനെ എറിഞ്ഞുകളാ. ദീപന്തിക്കോസ് ഏതെങ്കിലും വിശുദ്ധന്മാരെ വാഴിച്ചിട്ടുണ്ടെങ്കിൽ എറിഞ്ഞുകളാ. പകരം ക്രിസ്തുവിനെ വാഴിക്കുക. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരാൻ ആഗ്രഹിക്കുക. വായിക്കാം. അളക്കേണ്ടതിന്, നോക്കണം, നഗരത്തെയും മതിലിനെയും ഗോപുരത്തെയും അളക്കേണ്ടതിന് എന്താ ഈ അളവ് പോലെ? ക്രിസ്തു. പൊന്നുകൊണ്ട് ദൈവം കൊടുത്ത അളവ് പോലെ ചെങ്കോലും കിരീടവും, അല്ലേ? യേശുവിനെ പറ്റി സംഖ്യാപുസ്തകത്തിൽ പറയുന്നില്ല, 24-ാം തോന്നുന്നു, യാക്കോബിൽ നിന്ന് ഒരു താരകവും ഇസ്രായേലിൽ നിന്ന് ചെങ്കോലും നീങ്ങുകയില്ല, ഉദിക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ ചെങ്കോലും യാക്കോബിൻ്റെ താരകം, നക്ഷത്രം എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അതിനെ അവർ ഇസ്രായേൽ ആ നക്ഷത്രത്തെ ചിഹ്നമാക്കിയിരിക്കുന്നത്. കാരണം ഈ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, മശിയായുടെ വരവിനെക്കുറിച്ച് കഴിയുന്ന നക്ഷത്രത്തെയാണ് അവർ പതാകയിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുമുണ്ട്. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം കിട്ടിയോ? 24-ന്റെ 17-ാം വാക്യം. ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തതാനും. യാക്കോബിൽ നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ ഒരു ചെങ്കോൽ ഉയരും. അപ്പൊ ഈ ചെങ്കോൽ ഏതാ? ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവാണ് ഇതിന്റെ മെഷർമെന്റ്. സെൻട്രൽ പാസ്റ്റർ, ചീഫ് പാസ്റ്റർ, ലോക്കൽ പാസ്റ്റർ, ചെറിയാങ്കുഞ്ഞോ അല്ല. യേശു ക്രിസ്തുവിനെ വെച്ചുകൊണ്ടാണ് നിന്നെ അളക്കുന്നത്. അതിലെത്രയായി? 30 പുതിയ ഭൂമി, 60 പുതിയ ആകാശം, 100 അതിൽ തികവിലേക്ക് വരികയാണ് പുതിയ യെരൂശലേം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 3 കാര്യങ്ങൾ വായിക്കേണ്ട. 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, അവർ വിശ്രമിക്കുന്ന സ്ഥലം. 11-ാം അധ്യായം വായിക്കുമ്പോൾ പർദീസയിൽ 1-ാം സ്വർഗ്ഗം, 2-ാം സ്വർഗ്ഗം, 3-ാം സ്വർഗ്ഗം. ഓരോരുത്തരും അവരുടെ നിലയിൽ ഉയർത്തുന്നേറ്റ് വരും. അപ്പോൾ ഇത് അളക്കുന്നത് ക്രിസ്തുവാണ് കേട്ടോ. സഭയിലെ പാസ്റ്ററേയും മദറിനെ വെച്ചുകൊണ്ടല്ല, സഭയിലെ പ്രധാനപ്പെട്ട വിശ്വാസിയെ വെച്ചുകൊണ്ടല്ല. ആ ചെങ്കോല്, യാക്കോബിൽ നിന്ന് ഉയരുന്ന നക്ഷത്രവും ഇസ്രായേലിൻ്റെ ചെങ്കോലും ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് നമ്മുടെ മെഷർമെൻറ്റ്. അവനിൽ ഇരിക്കേണ്ടതിനും അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും. വായിച്ച് ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഫിലിപ്പിയർ 3:10. അവനിലിരിക്കും. അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ. അതെ, അപ്പം ആരെ അറിയണം? അവനെ. ആരെ? ക്രിസ്തുവിനെ. പെന്തിക്കോസ്തിന്റെ സഭാചരിത്രമൊന്നും അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ക്രിസ്തുവിനെ അറിയണം.
ക്രിസ്തുവാര ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ഡ്യൂട്ടി. ക്രിസ്തു എന്ത് ചെയ്തു? തന്നെ ത്യജിച്ചു. മറ്റുള്ളവർക്കായി തൻ്റെ ജീവിതം അർപ്പണം ചെയ്യണം. അവിടെയാണ് യേശുക്രിസ്തുവിനെ പോലെ നമ്മുടെ ഒരു ആയുസ് നാം നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യണം. അതാണ് ഡ്യൂട്ടി. അപ്പോൾ തന്നെ നാം ക്രിസ്തുവിനെ പോലെ സൗമ്യന്മാരായി, മറ്റുള്ള സ്നേഹമുള്ളവരായി, അവരോട് മര്യാദയ്ക്ക് പെരുമാറുന്നവരായിരിക്കണം. ഇതിൽ വളരണം. അല്ലാതെ അഹങ്കാരിയായ ഒരു പാസ്റ്ററെ കണ്ടിട്ട് ആ പാസ്റ്ററെ പിൻപറ്റാൻ പോരുത്. ആർഭാടം ചെയ്യുന്നൊരു പാസ്റ്ററെ കണ്ടിട്ട്, മോടി പിടിപ്പിക്കുന്ന ഒരു പാസ്റ്ററെ കണ്ടിട്ട്, ദൈവാസനെ കണ്ടിട്ട് അപ്പത്തിനെ ഫോളോ ചെയ്യാൻ പോരുത്. അപ്പത്തിനും നരകത്തിൽ പോവും, നീ നരകത്തിൽ പോവും. പിന്നെ തങ്ങളെ തന്നെ പുകഴ്ത്തി പ്രശംസിക്കുക, ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. പണ്ട് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളെ ചിലർ ആക്ഷേപിക്കുന്നത്. 154,000 പേര് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, 1-ാം നൂറ്റാണ്ട് മുതലുള്ള അപ്പോസ്തലന്മാർ, ഇനി വരാൻ പോകുന്ന കാലം വരെയുള്ളവരും ചേർന്നാണ് 154,000 പേര് വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ. ഇന്ന് മറ്റു പെന്തക്കോസ്തുകാർ അതിനെ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം TPM ചിലർ പറഞ്ഞു ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ അഹങ്കാരികളായ പാസ്റ്റർമാരും നിങ്ങളിലൊന്നും സ്വർഗത്തിൽ പോലും കാണത്തില്ല. അവരെ നിങ്ങൾ പിൻപറ്റരുത്. അവർ മതം വളർത്തും, ഭയങ്കര തീക്ഷ്ണത കാണിക്കും. മക്കളെ, കുഞ്ഞുങ്ങളെ ഭയങ്കര തീക്ഷ്ണത കാണിച്ച് നിങ്ങളെ വശീകരിക്കാൻ നോക്കും. ഇതിനകത്തുകൊണ്ട് അങ്ങനെയുള്ള പാർട്ടികൾ. അവസാനം അവരുടെ ഗതി പണ്ട് കത്തോലിക്കയിലൊരു ബിഷപ്പ് പറഞ്ഞ പോലെ. ആൻ്റണി പടിയറ എന്ന് പറഞ്ഞൊരു ബിഷപ്പുണ്ടായി. എനിക്ക് മുമ്പിലത്തെ ഓപ്പറേഷൻ തന്ന കർദിനാളാണ്. ഞങ്ങളുടെ പള്ളിയിൽ എനിക്ക് സൈര്യലേവൻ തന്നത് അതൊരു ബിഷപ്പാണ്. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടത്തില്ല കേട്ടോ. മാർ കാവുകാട്ട് തിരുമേനിയാണ് എനിക്ക് തൈലം പൂശിയത്. കുർബാന തന്നത്, ആദ്യ കുർബാന തന്നത് മാർ ആൻ്റണി പടിയറയാണ്. അദ്ദേഹം കർദിനാളായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിളാണ് കേട്ടോ. അദ്ദേഹം അച്ഛനായിരുന്ന സമയത്ത് പറഞ്ഞൊരു എക്സാമ്പിളാണ്. എടവപ്പള്ളിയിലെ ഒരു ഭക്തയായ സ്ത്രീ ഉണ്ടായിരുന്നു. പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര, അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പിറ്റാണ്. തറയിൽ പിതാവ് പറഞ്ഞ പോലെ കോഴി ഇറച്ചിയൊക്കെ വേവിച്ച് അതിൽ താറാവിനെയൊക്കെ നല്ല പെരളം വെച്ച് കൊടുക്കും. താറാമുട്ട കൊടുക്കും. അതൊക്കെ നല്ലത് തന്നെ കേട്ടോ. കൊടുക്കാൻ നിർത്തണ്ട, പള്ളി കൊടുത്തേരെ. പക്ഷേ എല്ലാ കുർബാനയ്ക്കും പോകും. പക്ഷേ സ്ത്രീക്കൊരു അഹങ്കാരമുണ്ട്. ഞാനൊരു കത്തോലിക്ക സ്ത്രീയാണ്, പ്രാർത്ഥിക്കുന്നവളാണ്, നൊവേനയിൽ നിന്നവളാണ്. അഹന്ത മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു ദിവസം ദൈവം അവരെ സ്നേഹിച്ചൊരു ദർശനം കാണിച്ചു കൊടുത്തു. ദർശനത്തിൽ കർത്താവ് ഇടത്തുള്ളവരെയും വലത്തുള്ളവരും നിർത്തുക. അപ്പം കത്തോലിക്കർക്കൊന്നും പണ്ട് സമുദായക്കാർക്ക് ഈ പുതിയ യെരൂശലേമൊന്നും അറിയത്തില്ലല്ലോ. അവർക്ക് ആകെ അറിയാവുന്ന ഇടത്തുള്ളവരും വലത്തുള്ളവരെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മ ഒരു ദർശനം കണ്ടു, ഇടത്തും വലത്തും രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പോൾ അമ്മ കാര്യം ഞാൻ വലത്ത് തന്നെയാണല്ലോ, കാരണം എല്ലാ യോഗ്യത ഉണ്ടല്ലോ. കർത്താവ് കഴിഞ്ഞുകൊണ്ട് ഈ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ നീ നിത്യശിക്ഷാവധിക്ക് പോകാറ്, നീ ഇതൊന്നും ചെയ്തില്ല. ഞെട്ടിപ്പോയി. അമ്മ ഞെട്ടി അറിയാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇടവപ്പള്ളിയിൽ അച്ഛൻ തൊട്ട് പുറകെ നിൽക്കുക. അമ്മ ചോദിച്ചു, അച്ഛനിവിടെ വന്നോന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ഉണ്ടാതെ പുറകോട്ട് നോക്കാൻ പറഞ്ഞു. മെത്രാച്ചനുമുണ്ട്. അപ്പോൾ ഈ മതം വളർത്തുന്ന പെന്തിക്കോസിലെ പാസ്റ്റർമാർ കൂടെ ചേർന്നാണ് ആര് പറഞ്ഞത്? ആൻ്റണി പടിയറ തിരുമേനി പറഞ്ഞു, പെന്തിക്കോസിലെ മദർമാരും പാസ്റ്റർമാരും ഈ അഹന്ത കാണിച്ച് തങ്ങളെ തന്നെ കൊഴിപ്പിച്ചു കൊള്ളുന്ന പാസ്റ്റർമാരും മദർമാരും വിശ്വാസികളും അറിഞ്ഞിരിക്കാൻ വേണ്ടി കൂടാണ് പടിയറ തിരുമേനി പറഞ്ഞത്. കത്തോലിക്കർക്ക് വേണ്ടി മാത്രമല്ല, എനിക്കുൾപ്പെടെ. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോളം, ഈ അഹന്ത കൊണ്ട് നടക്കുന്ന വിശ്വാസികളും വേലക്കാരും ഓർത്തോളം, നീ തിരിഞ്ഞു നോക്കുമ്പോൾ ആര് കാണും? നിനക്ക് ഉപദേശം തന്ന ചിലപ്പോൾ ചെറിയാകുഞ്ഞ് ഭാഷ കടന്നു വരും. കാണുന്നല്ല, കടന്നു വരാൻ. ചിലപ്പോൾ തൊട്ട് പിന്നാലെ സെൻട്രൽ പാസ്റ്റർ കാണും, തൊട്ട് പിന്നാലെ അതിൻ്റെ അപ്പുറത്തെ പുള്ളിയും കാണും. പക്ഷേ അപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഏതായാലും പിതാക്കന്മാർ കിടക്കുന്നിടത്ത് തന്നെ കിടക്കാവില്ല. അവിടെ കിടന്നാലൊന്നും മിണ്ടാനൊക്കത്തില്ല. സ്വകാര്യം പറയാമെന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉള്ളത്? അവിടുത്തെ പുതപ്പ്, പുഴുവും, പിന്നെ ബെഡ്, കെടാത്ത തീയും. അതുകൊണ്ട് സൂക്ഷിച്ച് മര്യാദയ്ക്ക് താഴ്മയോടെ ഭയത്തോടെ ദിവസങ്ങൾ ജീവിച്ച് സ്വർഗത്തിൽ പോകാൻ നോക്കണം. നമ്മുടെ ഒരു അപ്പച്ചൻ പറഞ്ഞു, എടാ നീട്ടൊക്കെ ഇട്ടുകൊണ്ട് അഹങ്കാരം കയറുമെന്ന് പറഞ്ഞു. ഉണ്ട്. ഞങ്ങളുടെ ബാച്ചുകാരോട് പറഞ്ഞു, എടാ നീട്ടൊക്കെ ഇട്ട് ഇന്നലെ വരെയും കൂലിപ്പണിയും ചെയ്ത് തെരുവ് നടന്ന് നിന്നെയൊക്കെ പിടിച്ച് കർത്താവ് അപ്പോസ്തലന്മാരാക്കി ഇവിടെ കൊണ്ടുവന്ന് ഈ നീട്ടക്കൈയും പിന്നെ നീട്ട ബ്ലൗസൊക്കെ തന്നിട്ട് ഇങ്ങോട്ട് കയറ്റി വരുമ്പോൾ നിൻ്റെയൊക്കെ സ്വഭാവം മാറരുത്. മൂഷിയാസ്ത്രീ തന്നെ ഓർത്തോണം. ഇത് ഊരിക്കഴിഞ്ഞാൽ പിന്നെ പഴയത് തന്നെയാണ്. അതുകൊണ്ട് ഇതിലല്ല നമ്മുടെ മഹത്വം. കർത്താവായ യേശുവാണ് നമ്മുടെ പ്രശംസ. ആകയാൽ പ്രശംസിക്കുന്നവൻ
കർത്താവിൽ പ്രശംസിക്കട്ടെ. അപ്പം അളവുകൾ കൊണ്ട് അളക്കുമ്പോൾ എന്താ കാണുന്നത്? ബാക്കി പുതിയ യെരൂശലേമിനെ അളന്നു. പുതിയ യെരൂശലേം സഭയാണ്, മണവാട്ടിയാണ്, നിങ്ങളും ഞാനുമാണ്. വായിക്കാം. നഗരം സമചതുരമായി കിടക്കുന്നു. നോക്കണം, അപ്പൊ നഗരം സമചതുരമായി കിടക്കുന്നു. പിന്നെ സമം. ഏതിനോട് സമം? ഏതിനോട് സമം? യേശു ക്രിസ്തുവിനോട് സമം. അപ്പം മണവാട്ടി കുഞ്ഞാടിൻ്റെ കാന്തിയാണ്. ആ തത്തുല്യ അവസ്ഥയിൽ വരുന്നവർ മാത്രമേ കർത്താവിൻ്റെ രഹസ്യവരയിൽ പോവുകയുള്ളൂ. അതുകൊണ്ടാണ് അത് രഹസ്യവരം അയച്ചിരിക്കുന്നത്. ആ രഹസ്യവരയിൽ പോകണമെങ്കിൽ ഈ സ്റ്റാൻഡേർഡിൽ നമ്മൾ എത്തിയിരിക്കണം. അളവുകൊണ്ട് അളന്നു, നീളവും വീതിയും സമം. അതല്ലേ എഫേസ്യർ 3 വായിച്ചല്ലോ. നീളവും വീതിയും ആഴവും ഉയരവും എന്ന സകല വിശുദ്ധന്മാരോട്, ആരുടെ? ക്രിസ്തുവിൻ്റെ നീളവും വീതി ആഴവും ഉയരവും അതിൽ വളർന്ന് മുമ്പോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചോണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ കാന്തിയായി. ഇനിയുണ്ട് ആ നഗരത്തിൻ്റെ യോഗ്യത എന്താണ്? അവിടെ വിളക്കില്ല. സൂര്യനും ചന്ദ്രനും പ്രകാശിപ്പിക്കാൻ കുഞ്ഞാട് അതിൻ്റെ വിളക്ക്, അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ച് 21 കുഞ്ഞാട് അതിൻ്റെ വിളക്ക്. അടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ മന്ദിരമില്ല. അതിൻ്റെ അർത്ഥം എന്താ? നാം ഈ മച്യൂറിറ്റി പ്രാപിക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ, ശ്രദ്ധിച്ചോണം, ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ഈ അവസ്ഥയിലായിത്തീർന്നാൽ പിന്നെ പകൽ വാഴാൻ സൂര്യൻ്റെ ആവശ്യമില്ല, ശുശ്രൂഷകൻ്റെ ആവശ്യമില്ല. അങ്ങനെ വളരുന്നൊരു വിശ്വാസിക്ക് പിന്നെ വേലക്കാരുടെ ആവശ്യമില്ല, സഭയുടെ കൂട്ടായ്മയുടെ ആവശ്യമില്ല. അവരെങ്ങനെ ജീവിച്ചു? ഇவ்விதമായി ആരോടിരിക്കും? ഇவ்விதമായി കർത്താവിനോടിരിക്കും. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രാപിച്ചെടുക്കുന്ന അനുഭവമാണ്. അപ്പോൾ അവർക്ക് പിന്നെ പെന്തിക്കോസ് മിഷൻ്റെ കൂട്ടായ്മയില്ലേലും കുഴപ്പമില്ല. കാരണം അതുകൊണ്ട് കൂട്ടായ്മ കളയത്തില്ല അവർ, കാരണം അതിൽ ആസ്വദിക്കും. പക്ഷേ അവർക്കൊരു കൂട്ടായ്മ വേണ്ട, സഭായോഗം വേണ്ട, മാസയോഗം വേണ്ട, ഒന്നും വേണ്ട. വേണ്ടാന്ന് വെച്ചാൽ വേണ്ടെന്നല്ല, കാരണം അവർ കർത്താവിനോട് ജീവിക്കുകയല്ലേ. ഇவ்விதമായി കർത്താവിനോടിരിക്കും. അങ്ങനൊരു വാക്യമുണ്ട്. അവർ ഇவ்விதമായി കർത്താവിനോടിരിക്കുന്ന അനുഭവം. അവിടെ സൂര്യനും വേണ്ട, യൂട്യൂബിലെ പ്രസംഗവും വേണ്ട. അവർ ആ അനുഭവത്തിൽ വളർന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇതിവിടെ വെച്ച് തന്നെ പ്രാപിക്കുന്ന ആത്മീയ അനുഭവം നമ്മളിലാണ്. കുഞ്ഞാടിന്റെ വിളക്ക് വായിക്കാം. ദൈവ തേജസ് അതിനെ, ആ തേജസ് പറഞ്ഞ പരിജ്ഞാനം, പരിജ്ഞാനത്തിൻ്റെ തേജസ് പ്രാപിക്കുന്നൊരു വാക്യമില്ലേ? ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം നിങ്ങളുടെ മുഖത്ത് പ്രകാശിക്കണമെന്നും. അപ്പോൾ ആ പരിജ്ഞാനത്തിൻ്റെ വാസന, അതാണ് തികവെന്ന് പറയുന്നത്. ആ അറിവ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിലെത്തുന്നവരാണ് ഈ പറഞ്ഞ സഭ, മണവാട്ടി, അല്ലെങ്കിൽ 144,000 വിശുദ്ധന്മാരും അതിനകത്ത്. ഇത് ചെറിയ കാര്യമൊന്നും അല്ലത്. ഈ വിവരമില്ലാത്തവന്മാർ അവിടുന്ന് അതും പഠിച്ച് ഇതും പഠിച്ച് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നോക്കൂ. അപ്പോൾ അത് അളന്നു വായിച്ചേ. ആ കുഞ്ഞാടിന്റെ വിളക്കെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ ക്രിസ്തു വിശ്വാസത്തിൽ വളർന്ന് 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 നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുകയായി. ചിലപ്പോൾ ഒരു പക്ഷേ 30 കാണത്തുള്ളൂ, എന്നാലും ഇപ്പോൾ 1 ലക്ഷമാണ്, അല്ലേ? പാസ് മാർക്ക് കിട്ടും. പണ്ട് പറഞ്ഞത് 210 കിട്ടിയാൽ മതി, 10ാം ക്ലാസ് തോറ്റെന്ന് പറയണ്ടല്ലോ, ഇല്ലേ? ട്യൂട്ടോറിൽ പോയിരിക്കണ്ടല്ലോ. അപ്പം 30% ഉള്ളവർക്കും നരകത്തിൽ പോകണ്ട. പക്ഷേ നഗരത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? ഈ ഹൈ മാർക്ക് വേണം. അതാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. അടുത്ത് വായിച്ചേ, അവിടെ വായില്ലേ. ഈ ജാതികൾ എന്ന് പറയുന്നത് നിത്യതയിലുള്ള ജാതി. ജാതികൾ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ജനങ്ങളെ ഈ വെളിച്ചത്തിൽ നിന്ന്, ഇപ്പോൾ സഭയിൽ തന്നെ നല്ല തീർന്ന വിശ്വാസികളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മറ്റു വിശ്വാസികൾ ഒരു മാതൃകയാണ്, അല്ലേ? ചില വിശ്വാസികളൊക്കെ സഭയിലുണ്ടായിരുന്നു. അവരേത് കാര്യത്തിനും അവർക്ക് ആശ്വാസമാണ്. അവരെ വിളിച്ചാൽ അവർ പ്രതികൾ കൊടുക്കും, പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള വിശ്വാസികൾ സഭയിൽ വെളിച്ചം കൊടുക്കുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? ഉണ്ടോ? നല്ലത്. അവരിവിടെ വെച്ച് തന്നെ ആ മച്യൂരിറ്റി പ്രാപിക്കുന്ന വിശ്വാസികൾ മറ്റ് സഭകളിലെ വിശ്വാസികൾക്ക്, ജാതികൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ജനതകളിൽ നിന്നാണ്. രക്ഷിക്കപ്പെട്ട് പൂർത്തീകരിക്കാത്തവർ ഈ അങ്ങനെയുള്ള വിശ്വാസികൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ നെടുമുടി സഭയിലെ മെമ്പറായ സമയത്തിൽ 2 സ്റ്റാറുകളുണ്ടായിരുന്നു വിശ്വാസികൾ. ഒന്ന് ജയ്ബോയ് പാസ്റ്ററുടെ അപ്പൻ കറിയാച്ചായനും, സ്വർഗത്തിൽ ഞങ്ങൾ 2 ഒന്നിച്ചു പോയ ചെറിയാച്ചായനും. ചെറിയാമുഞ്ഞ് വന്നപ്പോൾ ചെറിയാച്ചായോട് ദൈവം പറഞ്ഞു, നിന്നെ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞു. ചെറിയാച്ചായനെ പൂർണ്ണപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ട് പുതിയ യെരൂശലേമായി തന്നെ പോകും. ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഒരിക്കൽ പറഞ്ഞാൽ പിന്നീട് പറയാം. ചെറിയാമുഞ്ഞിനെ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ദൈവം ചെയ്തിരിക്കുകയാണ്. ആ 2 വിശുദ്ധന്മാരും
ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ 3-4 ചെറുപ്പക്കാർ അന്ന് സമുദായത്തിൽ വന്ന് ഇടം വല ഞങ്ങൾക്ക് ഉപദേശം തന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്ത, അതുപോലെ ഉണ്ണുണ്ണി സാറ്, പടവരക്കൽ ഉണ്ണുണ്ണി സാർ 3-ാമത്തെ ആളായിരുന്നു. ഇങ്ങനെ 3 പേര് ഞങ്ങൾക്ക് വലിയ വഴികാട്ടികളായിരുന്നു. ഉണ്ണുണ്ണി സാറിനെ ഞങ്ങളെ കൊണ്ടുപോയി കുഞ്ഞുണ്ണി സാറ് കൺവെൻഷൻ കൊണ്ടുപോയി അവിടെ ഇവിടെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കും, പലരെ പരിചയപ്പെടുത്തും. എന്തോ ഒരു ഉത്സാഹമായിരുന്നു. അങ്ങനെയുള്ള വിശ്വാസികൾ 3 പേര് ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ആ ഡ്യൂട്ടി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. ഇവിടെ നമ്മുടെ പ്രിൻറ്റുവിൻ്റെ അപ്പനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യരായിരുന്നു. ഏതൊരു വിശ്വാസിക്കും അഭയസ്ഥാനയിൽ ആശ്രയം കൊടുക്കുകയും സഹായിക്കും, ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുകയും കഷ്ടങ്ങളിൽ. അങ്ങനെയുള്ള വിശ്വാസികൾ സഭയിലുണ്ട്. അവരാണ് ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് വിളിച്ചു കൊടുക്കുന്നത്. ഇത് മരിച്ചു ചെന്നതിന് ശേഷം മാത്രമല്ല, ആ ജാതികൾ അവിടെ വിളിച്ചു നടക്കും. വായിക്കാം. ഇപ്പം ഞാൻ തന്നെ ആയാലും ഈ സുവിശേഷ ലോകത്തിൻ്റെ ഭാഗത്ത് ഒരു വിധത്തിൽ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ സത്യം കേട്ടാൽ ഉടനെ ചിലർക്ക് സന്തോഷം വരും. അവരെന്ത് ചെയ്യും? അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചില പുതിയ ആത്മാക്കളെ കൊടുത്തരും, അല്ലേ? അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ചിലർ മൂലം രക്ഷിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. സുവിശേഷ വരയ്ക്കും വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഫോൺ വിളിച്ച് പറയും, പാസ്റ്റർ ഈ പ്രസംഗം കേട്ടാൽ രക്ഷിക്കപ്പെട്ട്. അത് മാത്രമല്ല, കൂട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പടവും ഗാന്ധിജിയുടെ പടമൊക്കെ ഇന്ന് ഒരാൾ കൊണ്ടുവന്ന് 5000 രൂപ തന്നു. ഗാന്ധിജിയുടെ പടം പ്രസംഗം കേട്ട ഒരുത്തരയച്ചാൽ ഇല്ലേ? അപ്പോൾ അതിന് രാജാക്കന്മാരുടെ മഹത്വം വരും, നിങ്ങൾക്കും വരും. നിങ്ങളും ആ സ്ഥാനത്തെത്ത്. അപ്പോൾ ആത്മാക്കളെ കിട്ടും, മുമ്പേ അവർ രാജ്യവും നീതിയും. അപ്പോൾ രക്ഷിക്കപ്പെട്ട ജാതികൾ, ഞാനിതിൻ്റെ സ്പിരിച്വൽ പറയുന്നു കേട്ടോ. ഇനി മറുവശം ഉണ്ട്, അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ രക്ഷിക്കപ്പെട്ട ജനതകൾ തങ്ങളുടെ മഹത്വം, ഈ പ്രവർത്തനങ്ങളുണ്ടായ ആത്മാക്കളും അതിൻ്റെ ഭൗമിക നന്മകൾ, പൗലോസ് പറഞ്ഞില്ലേ, ഞങ്ങൾ ചെയ്യുന്ന പണിക്ക് ഭൗമിക നന്മകളോട് അനുഭവിച്ചാൽ എന്താ കുഴപ്പം? ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഭൗമിക നന്മയും കിട്ടും എന്നാ പറയുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടുന്നതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ എന്ത് കിട്ടിയാലും എനിക്ക് അത്യാവശ്യമായിട്ട് ഇത്രയും സാധനമുണ്ട്. ഗോതമ്പൊക്കെ വാങ്ങിച്ച്, റേഷൻ ഗോതമ്പ് വാങ്ങിച്ച് പൊടിപ്പിച്ച് വൃത്തിയായിട്ട് കഴിക്കുന്നുണ്ട്. ഡ്രസ്സ് ഞാൻ വാങ്ങിക്കാറില്ല, എത്ര കയറിയാലും തയ്ച്ചിടും. പിന്നെ ഇവരൊക്കെ ഇടയ്ക്ക് കൊണ്ട് ചേടി വെക്കുന്നുണ്ട്, നമ്മളറിയാതെ തയ്ച്ചു കൊണ്ട് വെക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. പിന്നുള്ളത് ആർക്കാ? ആത്മാക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. അതല്ലേ അപ്പോസ്തലരുടെ ഒരു ഭാഗം. എനിക്ക് പിള്ളേർ കുഞ്ഞുകൊണ്ട് എനിക്ക് ചിലവാക്കാർക്ക് പോകും. അവർ അഡ്മിഷൻ കൊടുക്കാൻ നല്ല കാശ് ചെയ്യത്തില്ല ഈ പാസ്റ്റർമാർക്ക്. അവരെ കുറ്റം വന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് സഭയെ ചുമക്കുന്ന 1 രാജാക്കന്മാർ പുസ്തകത്തിലെ 12 കാളകൾ ആ തൊട്ടി ചുമക്കുന്നവർ തന്നെ ആയിരിക്കണം. അവർ വേറെ പണിക്ക് പോയാൽ അവർ വേറെ കഷ്ടമുണ്ടെന്ന്. ഞങ്ങളെക്കാൾ കഷ്ടം അവർക്കാ കേട്ടോ. ഞങ്ങളെക്കാൾ കഷ്ടം ചില കുടുംബക്കാരായ പാസ്റ്റർമാരുണ്ട്, ടീപ്പേക്കാരായ വിശ്വാസികളും ഞാനൊക്കെ ചിലർ സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരിക്കും കഷ്ടപ്പെടുന്ന സ്വതന്ത്ര പാസ്റ്റർമാർ, നന്നായിട്ട് ജോലി ചെയ്യുന്നവർ നിങ്ങളൊക്കെ വല്ലപ്പോഴും കൊടുത്താൽ കുഴപ്പമില്ല. ഈ അനീഷ് പറയുമല്ലോ, അനീഷ് കാവാലം പറയും, TPMലെ വിശ്വാസികൾ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇന്നലെ ഒരു പാസ്റ്ററൊക്കെ ഉണ്ട്, നമ്മുടെ അനുവിൻ്റെ ഒക്കെ വീട് പ്രതീക്ഷിക്കാൻ പോകുക, അല്ല കല്ലിടാൻ കട്ടള വെക്കാൻ പോകുക. അപ്പം ഒരു പാസ്റ്റർ ഒന്ന് പരിചയപ്പെട്ടു. നേരത്തെ ഒരു പാസ്റ്റർ എനിക്കൊരു ജനറേറ്റർ വാങ്ങിച്ചു തന്നു, പഴയ ഒരു ജനറേറ്റർ പ്രവർത്തിക്കാൻ തന്നു. അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അവൻ തെറ്റില്ല, നല്ല നീതി പ്രവർത്തനം നമ്മൾ ചെയ്യണം. എനിവേ, അപ്പോൾ വായിക്കാം, താഴോട്ട് വരും. ഗോപുരം പകൽക്കാലത്ത് അടയ്ക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? രാത്രി അവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം, ആത്മീയ അർത്ഥം, അങ്ങനെ തികവിലേക്ക് വരുന്നൊരു വിശ്വാസിക്ക് രാത്രിയിൽ ഇരുട്ടുമില്ല. അവരെന്നും പ്രകാശമുള്ളവരായിരിക്കും, സന്തോഷമുള്ളവരായിരിക്കും. അവരുടെ ഇല വാടുന്നില്ല. ആറ്റരികത്ത് നട്ടതും ഇല വാടാത്തതും എപ്പോഴും ചുളിപ്പുള്ളതായിരിക്കും. ഈ വളർച്ചയിൽ എത്തുന്ന ഒരു വിശ്വാസ സഭയിലുണ്ട് എന്തൊരു അനുഗ്രഹം എന്നറിയാം. അവരുടെ മുഖം വാടുന്നില്ല, അവർക്ക് പരാതിയില്ല. രാത്രിയില്ലാത്ത ദേശം, അവിടെ എന്നും പകലായിരിക്കും. അവിടെ മിനിസ്ട്രിക്ക് ചോർവില്ല. രാവിലെ ഉണർവുണ്ടായിരിക്കും, വൈകിട്ട് എന്ത് ചെയ്യും? തമ്മിലടി, 2 ദിവസം ഉപവാസം. ഇതൊക്കെ വളർച്ചയില്ലാത്തതുകൊണ്ടാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അല്ല, സെൻട്രൽ പാസ്റ്റർ വഴക്ക് പറഞ്ഞു, പ്രസംഗത്തിലൊരു കുത്ത് കിട്ടി, പിന്നെ 3 ദിവസം മുന്നേ കടന്നിൽ കുത്തിയ മാറാൻ. ഇതെല്ലാം വളർച്ചയില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഈ അനുഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയില്ല. ഒരു പാട്ടുണ്ട്, രാത്രിയില്ലാത്ത ദേശമത് പട്ടപകൽ പോൽ പ്രകാശിച്ചിടും,
കുഞ്ഞാടു തന്നെ മന്ദിരമാ വിളക്കുമായി കുഞ്ഞാടു തന്നെ മന്ദിരമായി തൻ വിളക്കുമായി പുതിയ ഈ അനുഭവത്തിലേക്ക് നിങ്ങളും ഞാനും വന്നാൽ ഈ പ്രകാശത്തിലേക്ക് മനുഷ്യൻ ഓടിക്കൂടും. അല്ലാതെ നമ്മളീ പറഞ്ഞ പോലെ ഒരു കൺവെൻഷൻ വെച്ചിട്ട് 2 ട്രാക്ട് കൊടുത്താൽ ആത്മാക്കൾ വരത്തില്ല. നമ്മൾ പ്രകാശമായി മാറണം. മലമേലിരിക്കുന്ന അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് പോകാതെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. അപ്പോസ്തലന്മാർ ആ വെളിച്ചമായി തീർന്നു. നമ്മൾ വെളിച്ചമായി തീരുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ മേലൊരു ആകർഷണം വരും, ഒരു രുചി വരും. അത് പ്രാപിച്ചെടുക്കാൻ നോക്കേ. താൽക്കാലിക ലാഭത്തിന് വേണ്ടി കള്ളം പറയരുത്. മറ്റുള്ള അവിശ്വാസികൾക്ക് പോയി നമ്മൾ കോമാളിത്തരം കാണിക്കരുത്. നമ്മൾ ആരാധന വെളിപ്പെടുത്തണം. അങ്ങനെ വിശ്വാസത്തിൻ്റെ തെളിവിലേക്ക് വരുമ്പോൾ ജാതികൾ, രാജാക്കന്മാർ, അതാരാ മറ്റ് ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരെല്ലാം ഓടിക്കൂടും. അവരുടെ മഹത്വമായിട്ട് വരും. അവരുടെ സന്തതികളെ കൊണ്ട് വേലയ്ക്ക് കൊടുക്കും. ഇതുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വലിയൊരു പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ സമുദായ സമൂഹം ഇങ്ങനെ പോകും. കുഞ്ഞാടതിൻ്റെ വിളക്ക് തോട്ട് വായിച്ച് കുഞ്ഞാടത്തിന്റെ വിളക്കാകുന്നു, ജാതികളതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാരുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടക്കിയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. ജാതികൾ, അവിശ്വാസികൾ നമ്മളെ ബഹുമാനിക്കും. ഒരു ദൈവവേദന, ഈ കുടുംബം ഒരു ദൈവമക്കൾ. ഇത് ഈ ഭൂമിയിൽ വെച്ച് കാണിച്ചു കൊടുത്തൊരു വർഗമാണ് നമ്മൾ പെന്തിക്കോസുകാർ. അതാണ് TP ജോൺ സാർ പറഞ്ഞത്. യഥാർത്ഥ പെന്തിക്കോസുകാർ ഒരു കാലം യുഗം ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. അവർ പ്രകാശിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേശം അവരിലേക്ക് പിൻപറ്റി. നമുക്ക് വീണ്ടും മടങ്ങി വരാം. ആ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ തന്നെയാണ് പുതിയ യെരൂശലേം, ഒരു അനുഭവം. എന്നാൽ നിത്യതയിലുണ്ട്. ഇവരെല്ലാം താമസിപ്പിക്കുന്ന സ്ഥലമായിക്കോട്ടെ, അതിനെ തെറ്റില്ല. ആ പുതിയ യെരൂശലേമിൻ്റെ അളവ് പറയുന്നുണ്ട്. അവിടെ കാണപ്പെടുന്ന നഗരം അങ്ങനെ കാണുന്നത് 1200 നാഴിക നീളത്തിലാണ്. ഞങ്ങൾ രാവിലെ അളന്നു നോക്കി കേട്ടോ. ഞങ്ങൾ പ്രിൻറ്റും ഞാനും ഒരു കുവൈറ്റുകാരനും പിന്നെ നമ്മുടെ പുതുപ്പള്ളി അച്ഛനും കൂടെ രാവിലെ ഞങ്ങളിതെല്ലാം അളന്നു. കുറച്ചു നേരം എടുത്തു. പുതുപ്പള്ളി അച്ഛൻ അമേരിക്കയിലാണ് കേട്ടോ. ഞങ്ങൾ ഇൻ്റർ കണക്ഷനിൽ പിന്നെ ഇതുണ്ടല്ലോ, എന്താ പറയുക, അതിൻ്റെ സഹായത്തോടു കൂടി അളന്നപ്പോൾ തിരുവനന്തപുരം മുതൽ ഡൽഹി വരെയുള്ള നീളം 2020 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും ദൂരമാണ് ഈ പുതിയ യെരൂശലേമിൻ്റെ നീളം. അതിന് മാതൃകയായി 1000 വർഷ ഭരണത്തിലും യഹൂദന്മാരൊരു ഇത് പണിയും. ഈ പറഞ്ഞ ആക്ഷികമായൊരു നഗരം അവിടെ കാണും. നിത്യതയിൽ നമ്മൾ കാണപ്പെടാൻ പോകുന്നത് ഈ ഉദ്ദേശിക്കുന്നൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറത്താണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രസംഗിച്ചാലൊന്നും ആയിരിക്കത്തില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് പിന്നീട് ഞാനൊരിക്കൽ ദർശനത്തിൽ പോയി നെടുമുടിയിലെ കറിയാച്ചാരും ഞാനിവിടെ ചെറിയാച്ചാരും പോയൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, അത് പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ഒരു നഗരം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പഴയ വിശുദ്ധന്മാർക്ക് ഒരുക്കി കഴിഞ്ഞു. ഇപ്പോൾ പുതിയ യെരൂശലേം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കർത്താവ് ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. വെളിപ്പാട് 11-ാം അധ്യായത്തിൽ പഴയ വിശുദ്ധന്മാരുടെ സ്ഥലം ഒരുക്കി കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയരെ നഷ്ടപ്പെടുത്തരുത്. വേഗം വരുന്ന യേശുവിനെ നമുക്ക് എതിരേൽക്കുവാൻ ചുരുക്കം പാട്ടും മാലിന്യമൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് എന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത പോലെ നാമും അനുഭവം പ്രാപിക്കേണ്ടത് നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണടയ്ക്കാം. ഹല്ലേലൂയാ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയാ, സ്തോത്രം 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 സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, സ്തോത്രം 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 സ്തോത്രം. ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആമേൻ. തേജസ്സിൻ കാന്തൻ ആഗമനമാസന്ന അവനോടവന കാത്തു നിൽക്കും പ്രിയരേ. തേജസ്സിൻ ആഗമനമാസന്ന
സ്നേഹത്തിൽ ശുദ്ധരായി അവൻ വീണു പ്രിയന്റെ സ്നേഹം മാറിടുമോ പ്രാർത്ഥിക്കുക.